ഷലോം, ഞെറീന ഫ്രാൻസിസ് എരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇസ്മായേൽ ഹനന്യായും യാഹ്യ സിൻവാറെല്ലാം കണ്ടം വഴി ഓടുന്ന മനോഹര കാഴ്ചയാണ് ഇപ്പോൾ ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഹമാസ് പോരാളികളെന്ന് വിളിച്ച് കൊട്ടിഘോഷിക്കുന്ന എന്തു പറഞ്ഞ യാഹ്യ സിൻവാറും ഇസ്മായേൽ ഹനന്യായും എന്നൊക്കെ പറയുന്ന ഇസ്മായേൽ ഹനന്യയുടെ കുടുംബത്തെ എല്ലാം തന്നെ ഇസ്രായേൽ വകവരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മകളെ കൊന്നൊടുക്കി. വേറെയും മക്കളുമായിട്ടൊക്കെ ഒരു വലിയ സംഘം തന്നെ ഇസ്മായേൽ ഹനന്യയുടെ കൂട്ടവും കുടുംബവും എല്ലാം ചൊത്തടുങ്ങിയിട്ടുണ്ട്. യാഹ്യ സിൻവാർ ഇപ്പോൾ ജീവനും വേണ്ടി കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ്. യാഹ്യ സിൻവാറിനെയും കുടുംബത്തോടെയും പറിച്ച് കളയുവാനാണ് ഇസ്രായേൽ തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ. അതിനേക്കാളും രസകരമായൊരു സംഭവം ഇറാൻ കണ്ടം വഴി ഓടി എന്നുള്ളതാണ്. ഇറാന് വലിയ കാര്യത്തോടു കൂടി ഇസ്രായേലിന്റെ നേരെ യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ച് അങ്ങ് തീർത്ത് തരിപ്പണമാക്കി കളയാ, അങ്ങനെയാണ് ഇങ്ങനെയാ ആനയാ പൂനയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇസ്രായേൽ തിരിച്ച് നല്ല ഒരു കട്ടക്കൊരു പണി കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങളെല്ലാം, അതായത് ഇറാനില് ആണവ കേന്ദ്രമൊക്കെ ഉണ്ട്, അതൊക്കെ ഇസ്രായേല് എന്താ പറയുന്ന കൃത്യമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അങ്ങോട്ട് മുന്നറിയിപ്പ് കൊടുത്ത് ഇസ്രായേലിനെ നീ നോണ്ടിക്കൊണ്ട് വന്നാൽ പിന്നെ ഇറാനെ ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല എന്ന് തന്നെ കൃത്യമായ മറുപടി ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ എന്തുവാ തങ്ങളുടെ പ്രസ്താവനയെല്ലാം കാലിനിടയിൽ കൂടി ചുരുട്ടിക്കയറ്റി വെച്ചിട്ട് ഇസ്രായേലിനോട് എന്താ പറയുക അമേരിക്കയോട് ഇപ്പോൾ സഖ്യത കൂടി നിന്നുകൊണ്ട് അമേരിക്കയോട് പറയുകയാണ്, ഞങ്ങൾ യുദ്ധത്തിനൊന്നും ഇല്ല, പക്ഷെ ഇതിനുള്ള തിരിച്ചടി കൊടുക്കും. ആരെ വെച്ച് കൊടുക്കും എന്നറിയാമോ? ലെബനോനെയും സിറിയയെയും അതുപോലെ തന്നെ ഹമാസ് തീവ്രവാദികളെയും ജോർദാനെയും ഈജിപ്തിനെയൊക്കെ വെച്ച് ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇറാന് ഇസ്രായേലിനെതിരെ അവർ തുടങ്ങിയ സകല പ്രവർത്തനങ്ങളെയും നിർത്തലാക്കിക്കൊണ്ട്, ഒരു മിനിറ്റ് ഞാൻ ബസ്സിന്റെ നമ്പർ ഒന്ന് നോക്കണം. ഞാൻ സത്യത്തിൽ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ലൈവ് വന്നത് തന്നെ. ഓക്കെ, പിന്നെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടമായിട്ട് എല്ലായിടത്തിനും ഇസ്രായേൽ ഇപ്പൊ കണ്ടം വഴി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇതാ മക്കളെ ഇസ്രായേലിന്റെ ഗുണമെന്ന് പറയുന്നത്. ഇതാ ഇസ്രായേല് കാട്ടൊലിവായ നമ്മളെ കൊണ്ട് നാട്ടൊലിവിനോട് ഒട്ടിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ കുറെ കൂതറകള്, ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് തീവ്രവാദികളെ കണ്ടിട്ട് അവന്മാരുടെ തെമ്മാടിത്തരവും തോന്നിവാസവും അവന്മാരുടെ വീരവാദവും ഒക്കെ കണ്ടിട്ട് കാലിൻ്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിക്കുന്ന കുറെ ക്രിസ്ത്യാനി വിവരം കെട്ടവന്മാരൊക്കെ നമ്മുടെ സമൂഹത്തില് അപമാനമാണ് എന്ന് വേണം പറയുവാനായിട്ട്. എന്തിടാ നീയൊക്കെ ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞ് കർത്താവായ യഹോശുവ മെശിഹായ യഹൂദനെ കളിയാക്കുന്നത്? ആ യഹൂദന്റെ സന്തതി പരമ്പരയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാ ആ യഹൂദനായി ജനിച്ച യഹോശുവ മെശിഹ എന്ന് പറയുന്ന ആ കർത്താവിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ശിഖണ്ഡിയായി ഇരിക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്മാര് കണ്ടം വഴി ഓടുന്ന ഓട്ടം കണ്ടാടാ ഇസ്രായേലിനെ തൊട്ട് കളിക്കുന്നവനൊക്കെ ഓടുന്ന ഓട്ടം കണ്ട വഴി. യാഹ്യ സിൻവാർ ഓടുന്നു, ഇസ്മായേൽ ഹനന്യയും കുടുംബവും കൂട്ടത്തോടെ ഓടുന്നു. ഇസ്രായേലിന്റെ ഒരു പൊതു സ്വഭാവമാണ് ഇസ്രായേലിനെ നോണ്ടിയ കുടുംബത്തോടെ വേരോടെ പറിച്ചു കളയും. എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സഹോദരി എന്തിനാണ് സഹോദരിയെടുത്ത് പറയുന്നവരുടെ കുടുംബക്കാരെയും അമ്മയും സഹോദരങ്ങളെ എല്ലാം പറയുന്നതെന്ന് പറഞ്ഞിട്ട്? അത് ഇസ്രായേലിന്റെ പൊതു സ്വഭാവം ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. കാരണം ആ വേരിനാണ് എന്നെയും കൊമ്പിനാണ് എന്നെയും ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്വഭാവം ഞാനും കാണിക്കണ്ടേ? ആ പൊതു സ്വഭാവം ഞാനും കാണിക്കണ്ടേ?
ഓക്കെ. സുനിൽ കുമാർ KC, ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാർ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻവർ അലി, നിന്റെ മുഹമ്മദ് കാമഭ്രാന്ത് ഇപ്പോൾ ഡൈപ്പർ ഇട്ടിട്ട് കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക 3 റൗണ്ട്. അവൻ്റെ ഡൈപ്പറെല്ലാം കീറി വലിച്ച് അൻവർ അലി, നിന്റെ മുഹമ്മദ് കാമഭ്രാന്തിനെ ഇപ്പോൾ ഡൈപ്പർ ഇട്ട് ആകാശമണ്ഡലങ്ങളിൽ 4 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുക തള്ളാക്കുമായിട്ട്. 72 കൂറിമാരും ഉണ്ട്. അവളുമാരുടെ കൂടെ എന്ത് പറഞ്ഞ് തുടുത്ത മാറടമുള്ള കൂറിമാരെ മുമ്പിൽ കെട്ടി ബുറാക്ക് വാഹനത്തിൽ പോകുന്ന കണക്ക് മുഹമ്മദ് കാമഭ്രാന്ത് ഇപ്പോൾ ഡൈപ്പറും കെട്ടി ഓടിക്കൊണ്ടിരിക്കുക. അവൻ ഡൈപ്പറും കെട്ടി ഓടുന്ന കാര്യം പണ്ട് ആയിഷയുടെ ഷഡിയും പ്രായിട്ടുമായിരുന്നു ഓട്ടം. അൻവർ അലിയെ, മുഹമ്മദ് കാമഭ്രാന്തനെ ആയത്ത് വേണമെങ്കിൽ ആയിഷയുടെ ഷഡിയും പ്രായം ഇടണമെന്ന്. ഇപ്പം ഡൈപ്പർ ഇട്ടാലേ അവന് കറങ്ങി ഓടി നടക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അവന് ഓടി നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആകാശമണ്ഡലങ്ങളിൽ 4 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുക ഡൈപ്പർ ഇട്ടുകൊണ്ട് മുഹമ്മദ് കാമഭ്രാന്തൻ. മനസ്സിലായോ? അതുകൊണ്ട് കൂടെ തള്ളാകുമുണ്ട്. 72 പുരുഷന്മാരെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഓടുക. നമ്മളിങ്ങനെ സ്നോയിലൊക്കെ പോകത്തില്ലേ, അബ്ദുൾ റഹ്മാന്, ഇടാ നിന്റെ മുഹമ്മദ് കാമഭ്രാന്തൻ ഡൈപ്പർ ഇട്ടിപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ ബുറാക്ക് വാഹനത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. 72 ഊറുമാരെയും മുമ്പിൽ കെട്ടിയിട്ട് ഹൊയ് 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 എന്ന് പറഞ്ഞുകൊണ്ട്. എടാ അബ്ദുൾ റഹ്മാനെ, യാഹിയ സിൻവാറും ഇസ്മായ ഹനയാലെല്ലാം കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം 4 റൗണ്ട് കൂട്ടത്തിൽ തള്ളാഖും ഉണ്ട്, മുഹമ്മദും ഉണ്ട്. മുഹമ്മദും തള്ളാഖുമാണ് ഫസ്റ്റ് ഓടിയത് കണ്ടം വഴി. അവരുടെ പുറകിൽ ഇരുന്ന് വെച്ച് പിടിക്കുക. യാഹിയ സിൻവാറും ഇസ്മായിൽ ഹനനിയെല്ലാം കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. അവന്മാരുടെ കൂടെ ആദ്യമേ ഓടിയതാരാ? മുഹമ്മദ് കാമഭ്രാന്തനും തള്ളാകുക. ഇപ്പം അവർ ഡൈപ്പറും കെട്ടിക്കൊണ്ട് ആകാശമണ്ഡലങ്ങളിൽ ഇത്ര ഉണ്ട് മുഹമ്മദ് ഓടി. ഒരു മിനിറ്റ്. ഹസ്കർ അലി, ഓ അമ്മയെ വിളിക്കുവാണോ ഉമ്മയെ വിളിക്കുവാണോ? നോയമ്പ് ഇന്ന് ഈദല്ലേടാ, ഈദ് മുറാത്തിന് ഉമ്മയടുത്ത് എന്ന് പറഞ്ഞിട്ടാണോ വിളിക്കുന്നത് ഉമ്മേനെ? എന്താ അത്രയ്ക്കും നിന്റെ ഉമ്മയ്ക്ക് കടിയാണോ ഹസ്കർ അലി? അത്രയും കടിയുള്ള ഉമ്മയാണോ നീ ഇങ്ങനെ വന്ന് നിന്റെ ഉമ്മയെ വന്ന് കടിക്കാനായിട്ട്? എടാ വിവരം കേട്ടവനെ ഹസ്കർ അലിയെ, ഉമ്മയ്ക്ക് അത്രയ്ക്കും കടിയാണോ? ഇനി അവളെ വന്ന് ഇങ്ങോട്ട് ഇവിടെ കയറി ഇന്ന് കടിച്ചോണ്ട് പോകാനായിട്ട്? ഓ മുഹമ്മദ് കാമഭ്രാന്തിനെ 4 റൗണ്ട് ഓടിച്ചതിന്റെ ദേഷ്യം ഉമ്മയോട് തീർത്തതാ. സിദ്ധി ഇന്നല്ലെങ്കിൽ നാളെ 1500 വർഷമായിട്ട് ഇതല്ലേടാ കേൾക്കുന്നത്. വിവരം കേട്ടാനേ 1500 വർഷമായിട്ട് ഇതല്ലേടാ കേൾക്കുന്നത്. സിദ്ധി ഇന്നല്ലെങ്കിൽ നാളെ പോലും. എടാ 500 വർഷമായിട്ട് തള്ളാഹുവിൻ്റെ മക്കള് കിടന്ന് പ്രാർത്ഥിച്ച് ഒരു ഗുണവും ഇല്ലെന്നാ ഞാൻ ചിന്തിക്കുന്നത്. എന്തുവാടാ ഇത്? ഒരു മിനിറ്റ് ഞാൻ ഇറങ്ങട്ടെ. എടാ 1500 വർഷമായിട്ടും തള്ളാഹുവിൻ്റെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് തള്ളാഹുവിന് കേൾക്കാൻ ഒരു ചെവിയുമില്ലടാ. ആദ്യം ആ പൊട്ടച്ചെവിയും തള്ളാഹുവിന് ചെവി കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാ വിവരം കെട്ടവന്മാരെ. പിന്നീട് പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാ യഹൂദന്മാരെ തകർക്കണേ എന്ന് പറഞ്ഞിട്ട്. എടാ വിവരം കെട്ടവന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ പോലെ 1500 വർഷമായിട്ട് ഇതല്ലേ കരഞ്ഞോണ്ടിരിക്കുന്നത്? തീർന്നില്ല നിന്റെ ഒന്നും കരച്ചില്. എന്നിട്ടും ഇവന്മാരുടെ ഉളുപ്പില്ലായ്മയെ സമ്മതിച്ചു കൊടുക്കണം. 1500 വർഷമായിട്ടും ഉടുപ്പില്ല. യാഹിയ സിൻവാറും ഇസ്മായിൽ ഹനനിയൊക്കെ കണ്ടം വഴി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുക. ഇസ്മായിൽ ഹനനിയയുടെ മക്കളും കുട്ടിയെല്ലാം തീർന്നു. എല്ലാണത്തിനെയും കൊന്നൊടുക്കി ഇസ്രായേല്. ഇപ്പൊ ഇറാൻ എന്നാ ചെയ്തോണ്ടിരിക്കുന്നത്? എടാ ഇറാൻ എന്നാടാ പറഞ്ഞത്? ഇറാൻ പറഞ്ഞത് ഞങ്ങൾ തീർത്തു തരും. ആന, പൂന, അമ്പ്, വില്ല്, മലപ്പുറം കത്തി, പിന്നെ AK-47, പിന്നെ ബോംബ്. ഇപ്പൊ പവനായി ശവമായി കിടക്കുകയാണ്. എടാ വിവരം കെട്ടവന്മാരെ, ഇറാനെ നോണ്ടാമെന്ന് വന്നാലേ ഇസ്രായേൽ ഇറാനോട് പറഞ്ഞു, എടാ ഇറാനെ
നീ ഇസ്രായേലോട് കളിക്കുമ്പോൾ നോക്കി കളിക്കണം. ആണവവും ആയുധമൊക്കെ ശേഖരിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ചാരത്തിൽ വാരിയെടുക്കേണ്ടി വരും എന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടി ഇപ്പൊ കണ്ടം വഴി ഓടുകയാ ഇറാൻ. അമേരിക്കയോട് പോയി കരയുക, ഇസ്രായേലിനോട് സംസാരിക്കണേ, യുദ്ധമൊന്നും വേണ്ടെന്ന് പറയണേ, അയ്യോ ഞങ്ങൾ മിണ്ടാതിരുന്നോളാവേ. ഇപ്പൊ ഇസ്രായേല് അവന്മാർക്കുള്ള യഥാർത്ഥ പോയിന്റുകളെ ടാർഗറ്റ് ചെയ്ത് തീർക്കാനിരിക്കുക. കേട്ടാ വിവരം കേട്ടവന്മാരെ, അങ്ങനെയാടാ ഓടിക്കുന്നത്. ദൈവത്തിന്റെ മക്കളുടെ ഗുണമാടാ സാത്താൻ കുട്ടികളെയൊക്കെ കണ്ടം വഴി ഓടിക്കുന്നത്. കേരളത്തിലും കുറെ കിടക്കുന്നില്ല വിവരം കെട്ടവന്മാര്, ക്രിസ്ത്യാനികളെന്ന പേര് നാറ്റിക്കാൻ വേണ്ടി നടക്കുന്നവർ. യൂത്ത് ഹേ വൗഹേ എന്ന് പറയുന്ന യാഹ്വേ എന്ന ദൈവത്തെ, യഹോശുവ മശിയ എന്ന് പറയുന്ന കർത്താവിനെ, യഹൂദനെ നാറ്റിക്കാൻ നടക്കുന്ന ക്രിസ്ത്യാനികള്, കാലിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കുന്ന വിവരം കെട്ട വർഗങ്ങള്, പുരോഹിതൻ എന്ന പേരിലും പാസ്റ്റർ എന്ന പേരിലൊക്കെ നടക്കുന്നല്ലോ ശിഖണ്ഡികളെ. ഇതിനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ആണത്വമുള്ള ചങ്കൂറ്റമുള്ള ഇസ്രായേൽ മക്കളെ, എന്തുവാ ഇസ്രായേൽ മക്കളുടെ യഹൂദൻ എന്ന് പറയുന്ന അവരുടെ കർത്താവിനെ എടുത്തു വെച്ചുകൊണ്ട് സുഡാപ്പികളെ കണ്ട് കാലിൻ്റെ ഇടയിലൂടെ മൂത്രമൊഴിക്കുന്ന വൃത്തികെട്ടവന്മാർ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ നടക്കുക. റോക്ക് എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയല്ല. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയല്ലെങ്കിലും ഭൂരിപക്ഷവും അങ്ങനെയാണ്. ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴായിട്ട് തന്നെ കുറച്ച് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ശിഖണ്ഡികളാണ്. അതുകൊണ്ടല്ലേ തലശ്ശേരി രൂപതയിൽ കേരള സ്റ്റോറി അങ്ങ് ഇറക്കത്തില്ല പോല്, വിവാദങ്ങളെ കൂടുതൽ. കേരള സ്റ്റോറി ഇറക്കിയ എന്നാ കുഴപ്പം? ആരെ പേടിക്കണം? ആരെയാടാ പേടിക്കേണ്ടത്? നിങ്ങൾ എവിടെയാടാ താമസിക്കുന്നത്? ഏതവനെയാ നിങ്ങൾ പേടിക്കുന്നത്? എന്നോട് ചോദിക്കാറുണ്ടല്ലോ, നീ സംസാരിക്കാതെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കടി. എടാ വിവരം കെട്ടവന്മാർ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നിന്റെ അപ്പൻ്റെ ഒന്നും വകയില്ലടാ. കേട്ടാടാ വിവരം കെട്ടവന്മാരെ, മോദി ഭരിക്കുന്ന ഇന്ത്യയാടാ, BJP ഭരിക്കുന്ന ഇന്ത്യയാടാ. നീയൊക്കെ ഞൊട്ടും. ഇന്ത്യക്കകത്ത് വെല്ലുവിളിക്കണമെങ്കിൽ ഇസ്രായേലിലാണ് വെല്ലുവിളിക്കേണ്ടത്. കാരണം ഹമാസ് തീവ്രവാദികളുടെ കോട്ടയാണ്. ഇസ്മായിൽ ഹനനിയ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക 4 റൗണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തള്ളാഹുവും മമ്മദും, പണ്ട് ആയിഷയുടെ ജഡ്ഡിയും പാടിയും ഇട്ടിട്ടാണ് മമ്മദ് എന്ത് ചെയ്യുന്നത്, ആയത്തിറക്കി കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡൈപ്പർ ഇട്ട് ആയത്തിറക്കുന്നത്. കാരണം കാലിൻ്റെ ഇടയിലൂടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക 24 മണിക്കൂറും. മമ്മദ് കാമഭ്രാന്തനെ കാലിൻ്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡൈപ്പർ ഇട്ടുകൊണ്ടിരിക്കുക. ഹൂറിമാരെയൊക്കെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ഡൈപ്പർ മാറ്റി കൊടുക്കാനായിട്ട്. എടാ സെറ്റകളെ, എടാ കാമഭ്രാന്തൻ്റെ സുഡാപ്പി വർഗങ്ങളെ, നിന്റെയൊക്കെ താത്തമാരെ വിളിക്കുന്നുണ്ട് സ്വർഗത്തിലോക്കി. അവൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടി അവൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മൂത്രം ഒലിച്ചു പോകുമാതിരിക്കാൻ വേണ്ടി ഡൈപ്പർ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ജോലിയാണ് മേളിൽ. ചെല്ല് കുറേ കൂറിമാരെ, എന്താ പറയുന്നത്, നിന്റെയൊക്കെ കാമഭ്രാന്തി തീർക്കാൻ വിളിക്കുമ്പം കൂട്ടത്തിൽ വേറെയും കുറേ കൂറിമാരെ വിളിച്ചിട്ടുണ്ട്. മമ്മദ് കാമഭ്രാന്തൻ്റെ കാലിൻ്റെ ഇടയിലൂടെ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ്റെ മൂത്രം അടക്കി നിർത്താൻ വേണ്ടി ഡൈപ്പർ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പോയിനടാ അബ്ദുറഹ്മാൻ, അന്തിമ വിജയം ഇസ്ലാമിന്. ആദ്യത്തെ വിജയം കൊടുക്കാനേ തള്ളാഹുവിന് കഴിയുന്നില്ല, ഇനി അന്തിമ വിജയം കൊടുക്കാം. പട വിവരം കിട്ടവന്മാരെ. നാണം കെടാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളും അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട ഒരു മതവും. സമ്മതിക്കണം നിന്റെയൊക്കെ തൊലിക്കെട്ടിയെ. വിവരം കിട്ടവന്മാരെ, നാണം കെടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട ഒരു മതവും അതിനു വേണ്ടിയിട്ട് ജനിച്ച കുറെ വർഗങ്ങളും. 1500 വർഷമായിട്ടും അന്തിമമായില്ലേടാ വിവരം കെട്ടവന്മാരെടാ. ഒരു ദിവസം പോലെങ്കിലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അഭിമാനിക്കാനുണ്ടെന്ന് പറയാം. എന്ന് അടിവേടിച്ചു കൂടുന്നതിനൊക്കെ ഒരു പരിധി വേണ്ടത്. ഇതാ എന്താ കാവിലെ ഉത്സവമാ? വിവരം കെട്ടവന്മാരെ, ജഗതി മോഹൻലാലിന്റെ കൂടെ കാവിലിന്റെ ഉത്സവം നടക്കുകയാണ്. അടുത്ത ഉത്സവത്തിൽ കാണാമെന്ന് പറയുന്ന കണക്ക് ഉടുപ്പില്ലാതെ വന്നിട്ട് പറയാണ് അന്തിമ വിജയം തള്ളാഹുവിനാണെന്ന്. ഇതാരടാ കാവിലെ ഉത്സവം നടത്താൻ? മോഹൻലാലാ? ജഗതിയാ? നീയൊക്കെ കാവിലെ ഉത്സവത്തിന് അടുത്ത ഉത്സവത്തിൽ കാണാമെന്ന് പറയാനായിട്ട്? സിദ്ദിഖ്, സിദ്ദിഖേ, ഉളുപ്പ് കെട്ടവന്മാരെ, ഇസ്മായിൽ ഹനനിയായും
യാഹിയ സിൻവാർ എല്ലാം കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ കയറി ഞാൻ വിചാരിച്ചു നമ്മള് എടാ പൊട്ടന്മാരെ, ഇസ്രായേൽ കയറി ചൊറിഞ്ഞോണ്ട് പോയാ ഇസ്രായേൽ മാന്തി കൊടുക്കൂന്ന് പണ്ടേ അറിയാമിട്ടും ഇസ്രായേലിനെ കയറി അങ്ങ് ചൊറിഞ്ഞപ്പോ എന്നാ ആവേശമായിരുന്നു ചാനലുകാർക്കെല്ലാം. ഓ ഇസ്രായേലിനെ കയറി അങ്ങ് ചൊറിഞ്ഞേ മാന്തിയേ. ഇപ്പൊ എന്നെ ആയിടാ വിവരം കെട്ടവന്മാരെ. എടാ ദേ കിടക്കുന്നു, ദേ കാണുന്നതെല്ലാം പലസ്തീൻ കുഞ്ഞുങ്ങളാ. ദേ കാണുന്നതെല്ലാം ഇസ്രായേലിന്റെ അഭയത്തിൽ കിടന്ന് ഉറങ്ങുക എല്ലാണോ ഈ പലസ്തീൻ കുഞ്ഞുങ്ങളെല്ലാം. ഒരു വായ അനക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റുന്നുണ്ടോ ഈ പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയക്കാട്ടൊരു മതിൽ കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ ഇസ്രായേൽ ഈ പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക്? ഇതാണ് ഇസ്രായേൽ കെട്ടിക്കൊടുത്തിരിക്കുന്ന മതില്. ഇതിന്റെ പുറത്തേക്ക് പലസ്തീൻ കുഞ്ഞുങ്ങൾ എത്തി നോക്കണമെങ്കിൽ അവന്മാർ കാലിനിടയിൽ കൂടി മൂത്രം ഒഴിച്ചിട്ട് വേണം എത്തി നോക്കാനായിട്ട്. ഇല്ലെങ്കിൽ വിവരം അറിയും. അടങ്ങിക്കിടക്കുന്നുണ്ടാടാ. എടാ ഇസ്രായേലിൽ തന്നെ ഇവന്മാർ അടങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടാ. എന്നിട്ടൊരു അന്തിമ വിജയം തള്ളാകൂന് പോലും കുറെ തള്ളി മറക്കി നീയൊക്കെ വിവരം കെട്ടവന്മാരെ. യാഹിയ സിൻവാർ ഇപ്പൊ 7 റൗണ്ട് കണ്ടം വഴി ഓടി 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 ഏതെല്ലാം ടണലിലൂടെ ഓടി ഒളിക്കാൻ പറ്റും അവൻ ആ ടണലിലൂടെ ഓടുകയാ. അവിടെ തള്ളാഹുവിനും പിന്നെ മുഹമ്മദ് കാമഭ്രാന്തനും ഡൈപ്പർ കെട്ടാൻ കൂറിമാരെ ആവശ്യമുണ്ടെന്ന്. കേരളത്തിന് റിക്രൂട്ട്മെന്റ് വല്ലതും നടത്തുന്നുണ്ടോ ഡൈപ്പർ കെട്ടി കൊടുക്കാനായിട്ട്? ഉണ്ടോ? റിക്രൂട്ട്മെന്റ് നടത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിമിഷത്തിന് നേരം കൊണ്ട് എന്ത് ചെയ്യണം, ഡൈപ്പർ കെട്ടി കൊടുക്കേണ്ടി വരും. പോയി ഡൈപ്പർ മാറ്റി കൊടുക്കേണ്ടി വരും തള്ളാഹുവിന്. നല്ല പണിയാ. ഇവിടുന്ന് പൊട്ടിത്തെറിച്ച് പോകുന്നവന്മാരുടെ കൂറികളായിട്ട് കിടക്കുന്നതിനേക്കാളും നല്ല പണിയാണ് തള്ളാഹുവിനും മുഹമ്മദ് കാമഭ്രാന്തനും തള്ളാഹുവിനും കൂടി ഡൈപ്പർ മാറ്റി കൊടുക്കുന്നത്. എന്തേ ആ പണിക്ക് വല്ലതും വിടുന്നുണ്ടോ കുറെ പിന്നെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന താത്തമാരെ? എടാ സുടാപ്പികളെ, എവിടെ ഇറങ്ങിപ്പോയടാ നിന്റെയൊക്കെ നാവ്? എന്തിയടാ എന്തിയടാ വിവരം കെട്ടവരെ? നീയൊക്കെ ചോദിച്ചല്ലോ എൻ്റെ അടുത്ത് വന്നിട്ട്. നീ കേരളത്തിൽ വന്നുണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് എടാ കേരളം നിന്റെ അപ്പന്റെ വകയോ? എന്തുവാടാ ഉദ്ദേശിച്ചു വെച്ചിരിക്കുന്നത്? നീ ആരെയൊക്കെ പേടിപ്പിക്കാനാ നീയൊക്കെ നടക്കുന്ന കേരളത്തില്? എടാ മുട്ടുകാല് തല്ലി ഓടിക്കും കേരളത്തിൽ ഇനി കാല് പൊക്കിയ. നമ്മുടെ റൗഫിക്ക വലിയ കാര്യത്തോടു കൂടി അയ്യുമ്മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോളൂ കുന്തിരി. ഇപ്പൊ മാമ റൗഫിക്ക നടക്കിയ മാമാ കുണ്ടിക്കുൾ 2 ഗുണ്ട് മാമാ എന്ന് പറഞ്ഞിട്ട് റൗഫിക്ക ഇപ്പം തീഹാർ ജയിലില് കുണ്ടിക്കുള്ളിലുള്ള ഗുണ്ടെടുക്കാൻ വേണ്ടിയിട്ട് റൗഫിക്ക അലയുവാടാ. എന്തോന്ന് അടിയും മലരും വാങ്ങിച്ചു കുന്തിരിക്കം വാങ്ങിച്ചു വീട്ടിൽ വെക്കണം അല്ലേ? ഇപ്പൊ റൗഫിക്ക് പുകയ്ക്കാൻ കുന്തിരിക്കൂലെന്ന് കുറച്ചുകൊണ്ട് കൊടുക്കുവോ? അവിടെ കൊതുകടിയുണ്ട്, കുണ്ടിക്കുൾ ഗുണ്ടും കയറി ഇരിക്കുക. സിക്ക് കുണ്ടി തീർത്ത് കൊടുത്തിട്ടുണ്ട്. നീയൊക്കെ മലദ്വാർ ഗോൾഡ് വഴിക്ക് എന്തുവാ പിന്നെ സ്വർണം കടത്തി എണ്ണയുടെ ഉസ്താദുമാർ നടത്തുന്ന എണ്ണ പ്രയോഗത്തിന് വെളിച്ചെണ്ണയ്ക്ക് ക്ഷാമം വരുമ്പോഴത്തേക്കും പിന്നെ പണി കിട്ടാൻ വേണ്ടിയിട്ട് മലദ്വാർ വഴിക്ക് അല്ലേ ഇപ്പൊ സ്വർണം കടത്തുന്നേ? വിവരം കെട്ടവനെ നടക്കുന്നു. സിദ്ദിഖ് എന്താടാ മുഹമ്മദ് കാമഭ്രാന്തന്റെ ഇളക്ക് നിനക്ക് തട്ടിയോ? സിദ്ദിഖ് ഞാൻ നിനക്കൊരു ഇത് തരാം, അസൈൻമെന്റ് തരാം. നീ പോയി ഉസ്താദുമാരോട് ചോദിച്ച് ഹദീസൊക്കെ തപ്പിപ്പുറക്കിയിട്ട് മുഹമ്മദ് കാമഭ്രാന്തന്റെ തന്ത ആരെന്ന് പറഞ്ഞിട്ട് തിരക്കി പിടിച്ചിട്ട് വാ. നിനക്ക് നല്ലൊരു അസൈൻമെന്റ് ഞാൻ തരാം. അവൻ ഏത് തന്തയ്ക്കാ ഉണ്ടായ? അബ്ദുള്ള തന്തയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് ഹദീസുകൾ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. പിന്നെ അവന്റെ തന്തയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം നിനക്ക് തരാം. ഓസ്കാർഡ് ചിലപ്പോൾ നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിന്നസിൽ നിനക്ക് റെക്കോർഡ് എടുക്കാം. നീ ചെന്നിട്ടൊരു കാര്യം ചെയ്, മുഹമ്മദ് കാമഭ്രാന്തന്റെ തന്ത മുത്തലിബ് തന്നെയാണോ അതോ ഏതെങ്കിലും കാട്ടറബിയാണോ എന്നുള്ളത് നീ പോയി ഒന്ന് തപ്പി പിടിച്ചോണ്ട് വാ. നിനക്ക് നല്ലൊരു അസൈൻമെന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം അതൊക്കെ തീർത്തിട്ട് പോയി മുഹമ്മദ് കാമഭ്രാന്തന്റെ തന്തയൊക്കെ തിരക്കി വന്നിട്ട് പിന്നെ വന്ന് കമന്റ് ഇട്ടാ ഉളുപ്പ് കെട്ടവന്മാരെ. എടാ സ്വന്തം ആകെ ഉള്ളൊരു കുത്തു നബിയല്ലേടാ ഉള്ളു നിനക്കൊക്കെ. എടാ ആകെ ഒരു കുത്തു നബിയേ ഉള്ളൂ നിനക്കൊക്കെ. അഭിമാനം കൊള്ളണമെങ്കിൽ പുളകിതം കൊള്ളണമെങ്കിൽ ഒറ്റ കുത്തു നബിയേ നിനക്കൊക്കെ ഉള്ളൂ. ഈ ഒറ്റ കുത്തു നബിക്ക് തന്തയില്ല എന്നുള്ളതാണ് അതിനകത്തെ കളിയുടെ ഏറ്റവും വലിയ രസം. അവനെ ഉണ്ടാക്കിയിട്ട് ആമിന താത്തയ 6 മാസത്തിൽ അബ്ദുള്ള ചത്തൊടുങ്ങിപ്പോയി അവൻ. പിന്നെ എങ്ങനെയാടാ അത്ഭുത ഗർഭം 4 വർഷം കൊണ്ട് ഗർഭം തൂക്കിക്കൊണ്ട് നടന്നോടാ? എടാ വെള്ള തേച്ച് തരാനായിട്ട് ഉസ്താദുമാരോട് നല്ല ബുദ്ധിയുള്ള ചെറുക്കന്മാരുണ്ടല്ലോ. ഷജീർ കാട്ടവിള
ആമിനത്താത്തയെ തെറി വിളിക്കുക. വിളിയടാ മോനെ, വിളി വിളി വിളി. അവള് കാരണം, ആ വേഷ കാരണമല്ലേ മുഹമ്മദ് കാമഭ്രാന്തൻ എന്നൊരുത്തം ഉണ്ടായതും നിങ്ങളൊക്കെ ആ മതത്തിൽ ജനിക്കേണ്ട ഗതികേട് വന്നു പോയതും. അവളെ പച്ചയ്ക്ക് തന്നെ തെറി വിളിക്കടാ പൊന്നുമോളെ. സന്തോഷ് മാത്യു ദേ വന്നു. ഉസ്താദിന് മുമ്പിൽ വെളിച്ചെണ്ണയുമായിട്ട് പോയി കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ഒരു എന്തുവാ ക്രിസ്ത്യാനി. സന്തോഷ് മാത്യു വെളിച്ചെണ്ണയുമായിട്ട് ഉസ്താദിന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് കൊടുക്കുന്നതിന്റെ രോദനമാണോ മോനെ നീ ഇവിടെ കരഞ്ഞു തീർക്കുന്നത് വന്നിട്ട്? ഷജീർ കാട്ടവിളെ, നീ കുറച്ചുകൂടി തെറി വിളിക്കും നിന്റെ ആമിനത്താത്തയെ. അവള് മുഹമ്മദ് കാമഭ്രാന്തനെ എവിടെയോ കിടന്ന് എവന്റെയോ കൂടെ ഉണ്ടാക്കിയിട്ടതിന്. അത് കാരണമല്ലോ നീയൊക്കെ കിടന്ന് നാറികളെ. ഇല്ലെങ്കിൽ നാറേണ്ട ഗതികേട് വല്ലതും ഉണ്ടോ? ഞാൻ വേറൊരുത്തിന് ഷജീർ കാട്ടവിള, അവള് വെടിയാണെന്ന്, ആമിനത്താത്തായ വെടിയാണെന്ന്, അതുകൊണ്ട് അവന്റെ ഉമ്മായും വെടിയായി മാറിയെന്ന്. ആമിനത്താത്തയുടെ പാരമ്പര്യം പിന്നെ കാത്തു സൂക്ഷിക്കേണ്ടടാ. എടാ, ആമിന ഉമ്മാടെ താത്തയുടെ പാരമ്പര്യം നിന്റെ ഉമ്മ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? ആമിനത്താത്ത വെടിയാണെങ്കിൽ നിന്റെ ഉമ്മയും വെടിയായിരിക്കും. അത് നീ പരസ്യപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ വന്നിട്ട്? എന്റെ ഉമ്മ വെടിയാണേ. എവിടെയാ വെടി? മലപ്പുറത്തോ? മലപ്പുറത്താണോ വെടി ഉമ്മ? ഷജീർ കാട്ടവിള പറയാണ് ഉമ്മ വെടിയാണെന്ന് മലപ്പുറത്ത്. അവള് വെടിയല്ല നിന്റെ ഉമ്മ റോക്കറ്റാടാ, റോക്കറ്റ്. നിന്റെ അമ്മയെ വാണം വിട്ടാലേ റോക്കറ്റ് പോലെ പോകും. അതാ നിന്റെ ഉമ്മയുടെ വെടിയെന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? കേട്ടോടെ വിവരം കെട്ടവനെ. ഒരു മതവും ഉണ്ടാക്കിയിട്ട് ഒരു കൊതവും ഉണ്ടാക്കിയിട്ടിട്ട് മതവും കൊതവും രണ്ടും മാത്രം കൊണ്ട് നടക്കും ജീവിക്കുന്നവന്മാര്. അഭിമാന പുളകിതമായ കേരളത്തില്, അഭിമാന പുളകിതമായ ഇസ്ലാമിലുള്ളത് മതവും കൊതവും. ഇത് രണ്ടും അല്ലാണ്ട് ഇവന്മാർക്ക് ജീവിതവും ഇല്ലാണ്ടുള്ള അവസ്ഥയായി. വിവരം കെട്ടവന്മാരെ തലയിൽ മുട്ടാക്കിട്ട് നടയടാ. എന്റെ പേജിലൊക്കെ വന്ന് സംസാരിക്കാനുള്ള ഉളുപ്പ് നിനക്കൊക്കെ ഉണ്ടല്ലോ, സമ്മതിച്ചു തരണോടാ വിവരം കെട്ടവന്മാരെ. എന്റെ പേജിൽ വന്ന് സംസാരിക്കാനുള്ള ഉളുപ്പ് നിനക്കൊക്കെ ഉണ്ടല്ലോ, സമ്മതിക്കണം. മതവും കൊതവും വെളിച്ചെണ്ണയും എടുത്തോണ്ട് പോയി ഉസ്താദിന്റെ മുമ്പിൽ പോയി നിന്നു കൊടുക്കണം. കുഞ്ഞു പ്രായത്തിലേ പഠിപ്പിക്കല, ശീലിപ്പിക്കല. എങ്ങനെയാണ് കൊതഭോഗം നടത്തുക, ഗുദഭോഗം നടത്തുക, പോരാത്തതിന് മൃഗഭോഗം നടത്തുക. കാരണം 72 ഹൂറിമാരും മദ്യപ്പുഴയും ഒഴുക്കി വെച്ചിരിക്കുകയല്ലേ. അതിന്റെ പ്രാക്ടീസ് ഇപ്പോഴേ കൊടുക്കണ്ടേ? 72 ഹൂറിമാരെ മാറിയും തിരിഞ്ഞും ബോഹിക്കണമെങ്കിൽ അതിനുള്ള പ്രാക്ടീസ് ഇപ്പോഴും കൊടുക്കണ്ടേ? അങ്ങനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മതം. വിവരം കെട്ടവന്മാരെ. ഇസ്രായേലേ നല്ല ഓട്ടിച്ചിട്ട് കണ്ടം വഴിക്ക് നിന്നെയൊക്കെ തീർക്കുന്നുണ്ട്. യാഹിയ സിൻവർ ഇരുന്ന് കരയുക, കൂടെ പോയിരുന്ന് കരയും മക്കളെ, നല്ലതുപോലെ കര. എന്തോന്ന് നീയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്തോടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ? എന്റെ തൊട്ട് കാണുന്നത് പലസ്തീനാ. ഈ കാണുന്നത് പലസ്തീനാടാ. എടാ, പലസ്തീന്റെ അതിർത്തിയിൽ നിന്നാടാ ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിന്റെ പലസ്തീൻ എന്ന് പറഞ്ഞ് പാളുസ്തീൻ ചിളിക്കാതെ നീ ഒന്നും ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞല്ലോ. പാളുസ്തീനെ നോക്ക്. പാളുസ്തീനെ കണ്ടോ? എത്ര ഭംഗിയായ പാളുസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ചെല്ലും ചെലവിനും ജീവിക്കുന്ന പാളുസ്തീനികള്. സൂപ്പർ. ഇസ്രായേൽ കറണ്ട് കൊടുക്കണം, ഇസ്രായേൽ വെള്ളം കൊടുക്കണം, ഇസ്രായേൽ ആഹാരം കൊടുക്കണം, ഇസ്രായേൽ എല്ലാം കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നിട്ട് പാളുസ്തീൻ കിടന്ന് കരയുക ഇവിടെ കിടന്നിട്ട്. ഷജീർ കാട്ടവിള ഉമ്മയെ ഇങ്ങനെ പറഞ്ഞ് അപമാനിക്കാടാ. അതിന്റെ ഉമ്മ ഇന്ന് ഈദ് ആഘോഷിക്കുകയല്ലടാ. അവളെ ഇങ്ങനെ പച്ചയ്ക്ക് തെറി വിളിക്കാതെ അവള് പരവെടിയായിട്ട് കറങ്ങി നടന്ന് വെടിവെക്കുന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്, അവളെ പിടിച്ചു കൊണ്ടുവന്ന് ചങ്ങലക്കിട്ട് വീട്ടിയിരുത്ത്. എടാ, ചങ്ങലക്ക് പിടിച്ച് വീട്ടിയിരുത്തടാ നിന്റെ ഉമ്മയെ പിടിച്ച്. അവള് പരവെടിയായി ഇന്നത്തെ ദിവസം പോലും അവൾക്ക് റെസ്റ്റ് ഇല്ലേടാ നിന്റെ ഉമ്മക്ക്. എടാ ഷജീർ കാട്ടവിള, നല്ല മോന്ത. നിന്റെ മോന്ത കണ്ടപ്പോഴേ അറിയാം നിന്റെ ഉമ്മ പരവെടിയായിട്ട് ഓടി നടന്നാ നിന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ആ പരവെടി തള്ളയെ ഉമ്മയെ പിടിച്ച് നീ കൊണ്ടുപോയി ചങ്ങലക്കിട്ട് വീട്ടിൽ പിടിച്ച് കെട്ടിയിട്. കേട്ടാ വിവരം കെട്ടവനെ? എന്തൊക്കെയാടാ നീയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കേരള സ്റ്റോറി അങ്ങ് പ്രദർശിപ്പിച്ച മണിപ്പൂർ. എന്താടാ കേരള സ്റ്റോറി മണിപ്പൂറുമായിട്ട് എന്ത് ബന്ധം ഇരിക്കുന്നു? കേരള സ്റ്റോറി മണിപ്പൂറുമായിട്ട് എന്താടാ ബന്ധം ഇരിക്കുന്നത്? കേരള സ്റ്റോറി പറയുമ്പോൾ മണിപ്പൂറും പൊക്കി പിടിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്ന സംഭവമല്ലത്. ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന മാത്രം സംഭവമല്ല, ലോകം മുഴുവനും നടക്കുന്ന സംഭവമാണ്. ഇസ്ലാമിക തീവ്രവാദികൾ ക്രിസ്ത്യാനി പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയും യഹൂദ പെൺകുട്ടികളെയും അതുപോലെ മറ്റിതര പെൺകുട്ടികളെയും സിഖ് പെൺകുട്ടികളെല്ലാം മതം മാറ്റി കൊണ്ടുപോകുന്ന ചരിത്ര സത്യമാണത്.
ഇവിടെ തന്നെ ഇസ്രായേലിൽ തന്നെ 20,000 പെൺകുട്ടികളെയാണ് ഇവന്മാർ മതം മാറ്റിക്കൊണ്ടുപോയത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെയും യഹൂദ പെൺകുട്ടികളെയും ഇവന്മാർ മതം മാറ്റിക്കൊണ്ടുപോയത് 20,000 പെൺകുട്ടികളെ. അവരുടെ അവസ്ഥ മുഴുവനും മഹാശോചനീയമാർ കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അപ്പിക്കുപ്പായത്തിലിട്ട് പീഡിപ്പിക്കുന്നതാണ് ജോലി. അവസാനം ഇസ്രായേലിലെ ഷബാക്ക് എന്ന് പറയുന്ന ഒരു രഹസ്യ ഏജൻസി പോയി ആ 20,000 പെൺകുട്ടികളിൽ 12,000 പേരെ മോചിപ്പിച്ച് കൊണ്ടുവന്നു. ബാക്കി 8,000 പെൺകുട്ടികൾ കിടക്കുവോ അവിടെ അടിമവലയത്തിനകത്ത്. ഇത് ലോകത്തിൽ മുഴുവനും നടക്കുന്ന സംഭവമാണ്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഇന്ന് ക്രിസ്ത്യാനികൾ മുഴുവനും ഈ അപ്പിക്കുപ്പായത്തിൽ കയറിക്കൊണ്ടിരിക്കുക, പെൺകുട്ടികൾ മുഴുവനും. കാരണം ഇവന്മാർ ഓഫർ കൊടുത്ത് അങ്ങ് ബോഡി ജിമ്മ്, ഗീ ജിമ്മ്, ആ ജിമ്മൊക്കെ കാണിച്ച് വെള്ളയും അടിച്ച് കുറെ എന്തൊരു ക്രീം ഇറക്കിയിരിക്കുന്നത്, ക്രീം ഇറക്കിയിട്ടുണ്ട്. വെളുത്തിട്ട് പാറ്. എടാ വൃത്തികെട്ട ക്രിസ്ത്യാനി പെമ്പിള്ളാരേ, എടാ ഈ വെളുത്തിട്ട് പാർന്നതും കണ്ട് ഇവന്മാരുടെ പുറകെ പോയാലുണ്ടല്ലോ, ഇവന്മാരുടെ മുറിയണ്ടിയുടെ ബലവും തീർത്തിട്ട് ഇവന്മാർ പിടിച്ച് നിന്നെയൊക്കെ പിടിച്ച് അടിമയാക്കി ചങ്ങലക്കകത്തിടും. മനസ്സിലായോ? ബ്രിട്ടീഷ് ക്രീം വെളുത്തിട്ട് പാറ്. ഇപ്പൊ വെളുത്തിട്ട് പാറാൻ വേണ്ടി കറങ്ങി നടക്കുക എന്തെല്ലാം ക്രീം ഉപയോഗിച്ചിട്ട്. മനസ്സിലായോ? വിവരം കെട്ടവന്മാരെ. അവന്മാര് ബ്രിട്ടീഷ് ക്രീമും ഉണ്ടാക്കി വെളുത്തിട്ട് പാറി നടന്നിട്ട് കയ്യിരിപ്പും കാലിരിപ്പും റീലും അതും ഇതുമൊക്കെ ഇട്ടങ്ങ് പെമ്പിള്ളാരങ്ങ് വശീകരിച്ച് കൊണ്ടുപോകുന്നൊന്നും പുറം ലോകം പറയരുത് പോലും. പറഞ്ഞാൽ കേരള സ്റ്റോറി അങ്ങ് ഞങ്ങള് മണിപ്പൂറുമായിട്ട് അങ്ങ് കൂട്ടിക്കെട്ടും. മണിപ്പൂരിലെ കലാപം പോലും നിന്റെയൊക്കെ മതക്കാരുണ്ടാക്കിയിട്ടതാണ് ആ കലാപം. എടാ നാട്ടിലെ ജോൺസൺ അവന്റെ തേക്കടിയിലോ, അവന്റെ പേരെന്താ, ഒരു അച്ഛന്റെ പേരുണ്ടല്ലോ ജോൺസൺ തേക്കടിയില്, വൃത്തികെട്ടവൻ ചെറ്റ. അവന്റെ പേരെന്താ? ജോൺസൺ തേക്കടിയിലോ. ആ നാറിക്കുണ്ടായവനാണ് കേരളത്തിൽ സുഡാപ്പികളുടെ പണം മേടിച്ചിട്ട് വന്നിട്ട് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കി ഇത്രയും പ്രചരണമാക്കി വെച്ചത്. മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾ അങ്ങ് പീഡിപ്പിക്കപ്പെടുന്ന പോലെ. ക്രിസ്ത്യാനികൾക്ക് അടങ്ങിയിരിക്കാൻ വയ്യ മണിപ്പൂരില്. ഇവന്മാരുടെ ക്രിസ്ത്യാനിയുടെ കയ്യിൽ എങ്ങനെയാ തോക്കും പണ്ടാരവും മറ്റതും മറിച്ചതും ഒക്കെ വന്നത്? ഭയങ്കര ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനിയല്ലേ? ക്രിസ്ത്യാനികൾ അവിടെ പോയി കത്തിക്കാൻ എന്തിനാ ഓടിയത്? അപ്പം എല്ലാം കണക്കുന്നത് 19. അവിടെ മണിപ്പൂരിൽ നടന്നത് കുറേ കുക്കിയും മെയ്ത്തികളും തമ്മിലുള്ള 2 വർഗ്ഗക്കാർ തമ്മിലുള്ള അടിയാ. അതിനെ അങ്ങ് സംഘപരിവാറിന്റെ തലയിൽ കെട്ടിവെച്ച് അങ്ങ് ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടി സുഡാപ്പികളുടെ പണം മേടിച്ച് ജോൺസൺ തേക്കടി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ അച്ഛനെന്നുള്ള പേരും ഇട്ട് ലോകയും ഇട്ട് കറങ്ങി നടക്കുക. അവൻ ഒറ്റൊരുത്തനായി ഇവിടെ കൊണ്ടുവന്ന് ഇത്രയും വഷളാക്കി കളഞ്ഞത് സംഭവത്തെ മുഴുവനെ. നാണം കെട്ടവൻ. എന്നിട്ട് മണിപ്പൂറും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക ഇവന്മാര്. മണിപ്പൂരിൽ നടക്കുന്നത് മുഴുവനും അവിടെ കുക്കിയും മെയ്ത്തികളും തമ്മിലുള്ള വർഗീയ കലാപം പണ്ടു തൊട്ടുള്ളതാണ്. ഇന്ന് നടക്കുന്നതും ഇന്നലെ നടക്കുന്നതുമല്ല. കലാപം കാത്തിരിക്കുന്ന തീവ്രവാദികളായിരിക്കുന്ന സുഡാപ്പികളും SDP-ക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരുമായ മേത്തി വിഭാഗത്തിൽ 2.5 ലക്ഷം മുസ്ലിങ്ങൾ അതിനകത്ത് കിടക്കുന്ന ഈ വൃത്തികെട്ട ജോൺസൺ തേക്കടിയിൽ എന്ന് പറയുന്ന അച്ഛനെന്ന് പറയുന്ന ശിഖണ്ഡിയോട്, നൈറ്റ് ഇട്ടവനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ എന്ത് ചെയ്യാച്ചാ എന്ന് വെച്ചപ്പോൾ അവൻ പറയാണ് അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പാവമാണ്. ഇവങ്ങ് വെളുപ്പിച്ചങ്ങ് വെള്ളയടിച്ച് പെയിന്റ് അടിച്ച് കൊടുക്കുക. നാറയ്ക്കുണ്ടായവൻ അറിയത്തില്ല മുസ്ലിങ്ങളുടെ സ്വഭാവം. എടാ 10 പേരവന്മാരവിടെ ഉണ്ടെങ്കിലും മതി, വേറൊന്നും വേണ്ട. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണയെ ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ട് കലാപം കാത്തിരിക്കുന്നവന്മാരാ, അതിനകത്ത് രസിക്കാൻ വേണ്ടി കറങ്ങി നടക്കുന്നവന്മാരാ. കലാപം കാത്തിരുന്ന് ജിബി ഗ്യാസ് ഓഡിയസ് വെട്ടുകാട് പള്ളിയിൽ അൾത്താരയുടെ മുകളിലായ ഒരു കണ്ണിന്റെ പടമുണ്ട്. അതിന്റെ ഉദ്ദേശം എന്താണ്? ഇലുമിനാറ്റികള്, ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഇന്ന് കിടക്കുന്ന കത്തോലിക്കനും എല്ലാവരും ഇലുമിനാറ്റികളുടെ ശിഖണ്ഡികളാ. ഈ പോപ്പെന്ന് പറയുന്നവനെ ഇലുമിനാറ്റിന്റെ കീഴിൽ കിടക്കുന്നവനാ. അവന്റെ തലയിൽ താഴെ കിടക്കുന്നതിൽ ഈ വർഗം. അപ്പം ഈ സാത്താൻ വർഗ്ഗങ്ങൾക്കല്ലേ ഇത്യങ്ങൾ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇലുമിനാറ്റുകൾ പൊതുവേ ആർക്കാ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ പിശാചുക്കളായ ഈ സാത്താനായ മുഹമ്മദ് കാമപുരാന്തനും കൂട്ടർക്കുവാ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ സുഡാപ്പികളോട് പ്രത്യേക പ്രീണനം. തലശ്ശേരിയിലെ വിവാദങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കത്തില്ല പോലെ. എടാ വിവരം കെട്ടവന്മാരെ, നിനക്കൊക്കെ ക്രിസ്ത്യാനിയെ വഴി നടത്താൻ കഴിവില്ലെങ്കിൽ, തന്റെ ഇടമില്ലെങ്കിൽ നൈറ്റ് ഊരി വെച്ചിട്ട് ഇറങ്ങി പോയിനടാ, പോയി സുഡാപ്പികൾക്ക് കുഴലൂതി കൊടിയനടാ വിവരം കെട്ടവന്മാരെ. നിനക്കൊക്കെ തന്റെ ഇടമില്ലാന്നുണ്ടെങ്കിൽ എടാ ഇസ്രായേലിനെ നോക്കി പടിയടാ, ഇസ്രായേലിനെ നോക്കി പടിയടാ. കാട്ടൊലിവായിരിക്കുന്ന നിന്നെയൊക്കെ കൊണ്ടുവന്ന് നാട്ടൊലിവിൽ ഒട്ടിച്ചു എന്ന് പേരും പറഞ്ഞുകൊണ്ട് നീയൊക്കെ യേശുക്രിസ്തു ഞങ്ങളുടെ ദൈവം. യേശുക്രിസ്തു ആരാടാ നിനക്ക്? എടാ സാക്ഷാൽ യഹൂദനാ. നീ പറയുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നവൻ സാക്ഷാൽ യഹൂദനാ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? എടാ വിവരം കെട്ടവനെ, യേശുക്രിസ്തു ആരാണെന്ന് നിനക്ക്, യേശുക്രിസ്തു എന്ന് വെച്ചാൽ ആരാടാ നിനക്കൊക്കെ? ആരാടാ യേശുക്രിസ്തു? യേശുക്രിസ്തു എന്നൊരു ദൈവം ഉണ്ടോടാ വിവരം കെട്ടവനെ?
എടാ, യഹൂദനായിട്ടിരുന്ന യഹോശുവ മശിഹ എന്നുള്ള ആ ദൈവത്തെയാണ് നീയൊക്കെ പിടിച്ച് യേശു ക്രിസ്തു എന്നുള്ള പേരിലുണ്ടാക്കി നിനക്കൊക്കെ ഒരു ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് യഹൂദന്മാർക്ക് നാണക്കേട്, നട്ടലില്ലാത്തവന്മാര്, കാലിന്റെ ഇടയിൽ കൂടി മൂത്രം ഒഴിക്കുന്നവന്മാര്, നീ ആരെ കണ്ടിട്ടാണ് കേരളത്തിൽ നാട്ടിൽ പേടിക്കുന്നത്? എടാ, BJP ഭരിക്കുമ്പോൾ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ BJP ഭരിക്കുമ്പോൾ, ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ മോദി നിന്ന് ഭരിക്കുമ്പോൾ നീയൊക്കെ ശക്തി ആർജിക്കേണ്ട സമയമായി. ഈ സമയം കണ്ടം വഴി ഓടേണ്ടതും മുട്ടുകാലിലൂടെ മൂത്രം ഒഴിക്കേണ്ടതും ഈ സുഡാപ്പി വർഗങ്ങളാണ്. അവന്മാരടങ്ങിയിരിക്കണം. മര്യാദയ്ക്ക് ജീവിച്ചാൽ എന്ന് നമ്മൾ തിരിച്ച് അവന്മാരോട് പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ധൈര്യം. ഷിജോ നീ ആരുവാ? നിന്റെ തന്തയടാ. എടാ, നിന്റെ തന്തയാടാ ഞാന്. നീ ആരുവാന്ന് ചോദിച്ചില്ലേ? നിന്റെ തന്ത. മനസ്സിലായടാ കഴിവേറി? നിന്റെ തന്തയാ ഞാന്. നട്ടലില്ലാത്ത നാറിക്കുണ്ടായവൻ. ക്രിസ്ത്യാനി എന്നുള്ള പേരും പറഞ്ഞ് ചെറ്റകളെ എന്റെ പേജിനകത്ത് പറഞ്ഞ് ക്രിസ്ത്യാനി ഞായിരിക്കാൻ ഏതെങ്കിലും ചെറ്റ മലയാളി ക്രിസ്ത്യാനി ചെറ്റകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കർണ അടിച്ച് പൊളിക്കും ചെറ്റകളെ. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എന്റെ പേജിനകത്ത് കയറിയിട്ട് ക്രിസ്ത്യാനി എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ കയറി ന്യായീകരണമായിട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവരം കെട്ടവന്മാരെ നിന്നെയൊക്കെ നിലക്കി നിർത്തേണ്ട രീതിയിൽ നിർത്തിയില്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നീയൊക്കെ കയറി അങ്ങ് തലയ്ക്കകത്ത് കയറി അങ്ങ് കയറി അങ്ങ് പോകും. നീയൊക്കെ വിവരം കെട്ടവന്മാരെ. സാത്താന്റെ ആധിപത്യവും ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുമ്പോഴത്തേക്കും കൂട്ടുപിടിച്ച് കൊട പിടിച്ചങ്ങ് കൊടുക്കുകയാ. നോക്കിപ്പടീനടാ ഇസ്രായേലിനെ നോക്കിപ്പട കേറി അങ്ങ്. ഈ യുദ്ധം എന്ന് പറയുന്നതുണ്ടല്ലോ, ഇത് കേവലം ഹമാസ് തീവ്രവാദികളോട് നടത്തുന്ന ഇസ്രായേലിന്റെ യുദ്ധമല്ല. ഇത് സാത്താനിക ശക്തികൾ ഭൂമിയിൽ വേരൂന്നുവാൻ വേണ്ടി, ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി, ഭൂമിയെ മുഴുവൻ കീഴടക്കുവാൻ വേണ്ടി അവന്മാർ നടത്തുന്ന പോരിനകത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനം നിന്നുകൊണ്ട് കർത്താവായ യഹോശുവ മശിഹയുടെ ഒപ്പം നിന്ന് നടത്തുന്ന യുദ്ധമാണ് ഈ യുദ്ധം. വിവരം കെട്ടവന്മാരെ. അല്ലാതെ ഈ കർണത്തടിക്കുമ്പോ ഈ കർണം കാണിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കർണത്തടിക്കുമ്പോ ഈ കർണവും കാണിച്ചു കൂടെന്ന് പറഞ്ഞിട്ട് നിന്റെയൊക്കെ ഉടുപ്പില് ശിഖണ്ഡികളായിട്ടുള്ള നിന്റെയൊക്കെ പഠിപ്പിക്കലുണ്ടല്ലോ, കൊണ്ടുപോയി തോട്ടി കൊണ്ട് കൊടു, ഇല്ലെങ്കിൽ ഉസ്താദിന്റെ കൈ കൊണ്ട് കൊടു, വെളിച്ചെണ്ണയുമായിട്ട് കൊണ്ടുപോയി അവന്മാർ കൊണ്ട് കൊടു നിന്റെയൊക്കെ ആ പഠിപ്പിക്കലെടുത്തോണ്ട്. വിവരം കെട്ടവന്മാരെ. തന്റെ ഇടവുമില്ല, നട്ടലുമില്ല. ഓരോരുത്തന്മാർ ഇവിടെ വന്നിട്ട് എന്നോട് ചോദിക്കുന്ന ഡയലോഗുണ്ട്, സഹോദരി ക്ഷമയുടെ വചനമാണ് നമ്മൾ കർത്താവിന് ക്ഷമിക്കണം. അപ്പൊ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചോദിച്ചോണ്ട് കണ്ടം വഴി ഓടുകയാ. പിന്നെ ക്രിസ്ത്യാനിയെ കാണുന്നില്ല ആ കൂട്ടത്തില്. നിന്റെ മോളെയോ നിന്റെ ഭാര്യയോ എടുത്തൊരുത്തൻ ഇരുന്ന് പച്ചയ്ക്ക് നിന്ന് നിർത്തി അങ്ങ് ഭോഗിക്കുക, ഉടുതുണി വലിച്ചു കീറിക്കൊണ്ട്. ഇപ്പുറത്ത് മാറി നിന്നൊരു ക്ഷമയുടെ സുവിശേഷവുമായിട്ട് നീ എന്താണ്ടാ ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറുപടിയില്ല ഇവന്മാർക്കൊന്നും. ഷിബു രാജ്, നീ എനിക്ക് ക്വാളിറ്റി ഉണ്ടാക്കണ്ട ചെറ്റേ. നിന്റെ ക്വാളിറ്റി എനിക്ക് വേണ്ടടാ വിവരം കെട്ടവനെ. എടാ, സ്വന്തം തള്ളയും അമ്മയും കൊണ്ട് കൂട്ടിക്കൊടുക്കുന്നവന്മാരുടെ ക്വാളിറ്റി എനിക്ക് എന്തിനാടാ ഷിബു രാജേ? എടാ, നിന്റെ അമ്മയെ വല്ലവനും ഭോഗിക്കുകയും ബലാത്സംഗം ചെയ്യാനും വന്നു കഴിഞ്ഞാൽ അമ്മയെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി മാറിയിരിക്കുന്നവന്മാർക്കും നട്ടലും നാവും വളയാത്ത ചെറ്റകൾ എനിക്ക് എന്തിനാടാ ക്വാളിറ്റി തരാൻ നടക്കുന്നത്? എടാ നാണം കെട്ടവനെ, ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയായിട്ടുള്ള നിന്നെപ്പോലുള്ളവന്മാരുടെ ക്വാളിറ്റി ഇവിടെ ആർക്കടാ വേണം ചേറ്റേ? ഷിബു രാജ് വാഴപ്പിണ്ടിയും വെച്ച് നട്ടലും വളച്ചു വെച്ചിട്ട് ഉളുപ്പില്ലാത്തവന്മാര് തള്ളയും തന്തയും കൊണ്ട് കൂട്ടിക്കൊടുത്താലും ഒരു ഗുണവും ഇരിക്കുന്ന കുഞ്ഞാടുകൾ വന്ന് എനിക്ക് ക്വാളിറ്റി പറയാൻ നടക്കുക ശിഖണ്ഡികള്. അവന്റെ അമ്മയ്ക്ക് ഭ്രാന്തളയ്ക്ക് കിടക്കുകയാണ്, നമ്മളെ ഊളംപാറയെ കൊണ്ടിട്ടിരിക്കുകയാണെന്ന് ഷിബുരാജിന്റെ അമ്മയ്ക്ക്. നിന്റെ അമ്മയ്ക്ക് ഭ്രാന്തളയ്ക്ക് നമ്മളെ ഊളംപാറ ഇട്ടിട്ടുണ്ടെങ്കിൽ നീ കൂടെ പോയി ചങ്ങലയിൽ കെട്ടിക്കൊടു പോയിരുന്നിട്ട്. വിവരം കെട്ടവനെ. സലീം പെരുമ്പാവൂർ പ്രവാസി, കുറച്ച് മാന്യമായി സംസാരിക്കണം. അയ്യോ, മാന്യത ആരോടാ മാന്യത കാണിക്കേണ്ടത്? എടാ, ആരോടാണ് മാന്യത കാണിക്കേണ്ടത്? ഇന്നും മനസ്സിനകത്തുനിന്ന് മാറാത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. ഇസ്രായേലിലെ കൊച്ചു പെൺകൊച്ചുങ്ങളെ വരെ ബലാത്സംഗം ചെയ്തു പോയപ്പോ പോലും ഉളുപ്പില്ലാതെ കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റും കൊങ്ങികളും സുഡാപ്പികളും കൂടി ചേർന്നിരുന്നു കൊണ്ട് ഈ വൃത്തികെട്ടവന്മാരെ ഹമാസ് പോരാളികളെന്ന് നീയൊക്കെ മുഴക്കിയപ്പോഴേ കുറിച്ചു വെച്ചതാടാ. അപ്പോഴേ കുറിച്ചു വെച്ചതാ. ശത്രു എവിടെ തന്നെ കിടപ്പുണ്ടെന്നും ശത്രു എങ്ങനെയാ കിടക്കുന്നതെന്നും മനസ്സിലാക്കി വെച്ചതാ. ഏത് വഴിയിലാ ശത്രു കിടക്കുന്നതെന്നും പറഞ്ഞിട്ട് അവന്മാർക്ക് ആ ക്രിസ്ത്യാനികളും കുറച്ച് ഹിന്ദുക്കളും കൂടി അങ്ങ്
വീശുമുറം കൊടുക്കുന്ന നിന്റെയൊക്കെ വീട്ടിൽ കയറി നിന്റെയൊക്കെ ഭാര്യയും മക്കളെയും അമ്മയെയും കയറി ബലാത്സംഗം ചെയ്ത് ഉണ്ടാക്കുമ്പോഴേ നീയൊക്കെ പഠിക്കത്തുള്ളൂ ചെറ്റകളെ. ഇപ്പം വീശിക്കൊടുക്കുന്നല്ലേ നീയൊക്കെ കയറി ഇവന്മാർക്ക് കയറി. ഈ വൃത്തികേടും ആഭാസരത്തരവും കാണിച്ചുകൊണ്ട് പോയപ്പോൾ തിരിഞ്ഞു ചോദിക്കാൻ ചെറ്റകൾക്ക് വായില്ല. എടാ കമ്മികളും കൊങ്ങികളും സുഡാപ്പികളും കൂടി ചേർന്ന് ഭമാസ വേരാളികളെന്നും പോയപ്പം നിന്റെയൊക്കെ നാവ് അണ്ണാക്കിനകത്തോട്ട് പിഴുതിക്കയറ്റി വെച്ചിരുന്നോ ചോദിക്കാനായിട്ട്? ഏ എടാ വിവരം കിട്ടവന്മാരെ, ബിജു മാത്യു, ആദ്യം നിന്റെ തന്തയ്ക്ക് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായിട്ട് വന്നിട്ട് നീ സംസാരിക്കേ. സ്വന്തം ഐഡി ഇട്ടോണ്ട് വന്ന് തന്തയെ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് വന്നിട്ട് നീ സംസാരിക്കേ ചെറ്റേ. മനസ്സിലായോ? തന്തയ്ക്ക് പറഞ്ഞവന്മാര് വന്നിട്ട് എന്റെ പേജിൽ വന്നിട്ട് എന്ത് ചെയ്യണം? കമന്റ് ഇടണം. മനസ്സിലായോ? എന്റെ പേജിൽ വന്നിട്ട് കമന്റ് ഇടുമ്പോൾ തന്തയ്ക്ക് പറഞ്ഞവന്മാര് വന്ന് കമന്റ് ഇടണം, അല്ലാതെ ഉള്ളവന്മാര് കമന്റ് ഇടരുത്. മനസ്സിലായോ? സ്വന്തം ഐഡി കാണിക്കാൻ പറ്റുന്നവന്മാര്, സ്വന്തം മോന്ത കാണിക്കാൻ പറ്റുന്നവന്മാര്. ഞാൻ മോന്ത കാണിച്ചിട്ടല്ലേടാ വന്ന് ലൈവ് ഇടുന്നത്. നീ വന്ന് 10 തെറി വിളിക്കുമ്പോഴും എന്റെ മുഖം കണ്ടിട്ടല്ലേടാ തെറി വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടി കേൾക്കാനുള്ള തന്റെ ഇടത്തോടു കൂടി സ്വന്തം മുഖം കാണിച്ച് വന്ന് കമന്റ് ഇടാൻ പറ്റുന്നവന്മാർ കമന്റ് ഇട്ടാൽ മതി എന്റെ പേജിൽ കയറി വന്ന്. അല്ലാതെ വന്നിട്ട് നിന്റെയൊക്കെ ഊളത്തരം കാണിക്കാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സിൽ അങ്ങ് ഉപയോഗിക്കണ്ട. ഞാൻ ചവറ് ബോക്സിൽ വലിച്ചെറിയുന്ന കണക്ക് നിന്നെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയും ഫേക്ക് ഐഡിയിൽ കയറി വന്നു കഴിഞ്ഞാൽ. സ്വന്തം ഐഡിയിൽ വന്നിട്ട് എന്നോട് മുട്ടാൻ തന്റെ ഇടമുള്ളവന് ഞാൻ വെല്ലുവിളിക്കുക. വന്ന് മുട്ടിയിട്ട് പോകും. സ്വന്തം ഐഡിയിൽ വന്ന് തന്നെ മുട്ടാൻ വേണ്ടി തന്റെ ഇടമുള്ളവന്മാര്. നിന്നെയൊക്കെ കണ്ട് ബാക്കിയുള്ളവരൊക്കെ നിന്റെയൊക്കെ തെറിവിളിയും നിന്റെയൊക്കെ ആഭാസവും അതും ഇതും കണ്ട് പേടിച്ച് മുട്ടുകാലിലൂടെ വിറച്ചിരിക്കുമെന്നാണോ ഇത്രയും കാലം നീയൊക്കെ കരുതിയത്? സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ സലീം മടവൂർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ പറഞ്ഞല്ലോ. സലീം മടവൂറാണ് വേറൊരുത്തനാണ്, അവന്റെ പേര് മറന്നുപോയില്ല. ഒരു മടവൂർ തന്നെയാ അവനും. ബോയ്ക്കോട്ട് ചെയ്യണോ ഇസ്രായേൽ ഉൽപ്പന്നങ്ങളെല്ലാം? നാണവും മാനവും ഉളുപ്പും കെട്ടവന്മാരെ. ഫേസ്ബുക്ക് ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങി പോയിനടാ. വാട്സപ്പും ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോ. ഇൻസ്റ്റാഗ്രാമും ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോ. വിവരം കെട്ടവന്മാരെ എന്തിനാ തൂങ്ങിപ്പിടിച്ചു കിടക്കുന്ന ഇസ്രായേലിന്റെ യഹൂദന്റെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും വാട്സപ്പിനകത്തും തൂങ്ങിപ്പിടിച്ചു കിടക്കുന്ന നീയൊക്കെ? ബോയ്ക്കോട്ട് ചെയ്ത് പോണെങ്കിൽ ഇതെല്ലാം വലിയ ബോയ്ക്കോട്ട് ചെയ്ത് പോകേണ്ടത്. എന്റെ പേജിനകത്ത് വന്നിട്ട് പുണ്യവാളച്ചൻ കളിക്കുന്നവന്മാര് അല്ലാതെ തെറി വിളിക്കുന്നവന്മാരും കട്ടിക്ക് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകത്തേ ഉള്ളൂ. അല്ലാതെ ഒരുത്തനെയും ഇവിടെ ഞാൻ സുഖിപ്പിച്ച് നിർത്തത്തില്ല. എന്റെ പേജിനകത്ത് വന്നിട്ട് മൂടന് തനിക്ക് ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിന് അവന്റെ പോഷത്തരത്തിന് തക്കവണ്ണം ഉത്തരം കൊടുക്കണമെന്ന്. അവൻ പോഷത്തരവും വിവരക്കേടും എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് തക്ക മറുപടി ഞാൻ കൊടുക്കും. മനസ്സിലായോ? സദൃശ്യവാക്യം 26-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ 4-5 വാക്യങ്ങൾ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. മൂടന് തനിക്ക് ജ്ഞാനി എന്ന് തോന്നാതിരിക്കേണ്ടതിനോ. അതുകൊണ്ട് കുറെ മൂടന്മാർ ഇങ്ങോട്ട് കയറി വരും. അയ്യോ ശ്രീന സഹോദരി ദൈവവചനം പറയുന്ന സഹോദരിയാണോ? അതെ, ഞാൻ ദൈവവചനം പറയുന്നവളാണ്. അതിൽ നല്ല അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ നിൽക്കുന്നത്. ഞാൻ ദൈവവചനം പറയുന്നവൾ തന്നെയാണ്. അതുകൊണ്ട് വാക്യം കൂടി കേട്ടാൽ വളരെ ഉപകാരമായിരുന്നു. എന്റെ അമ്മയെ ബോധിക്കാൻ വേണ്ടി ഒരുത്തൻ വിളിക്കുമ്പോഴത്തേക്കും ശ്രോത്രം എടുത്തോണ്ട് പോന്ന് പറഞ്ഞ് കൊടുത്തു വിടണോ ദൈവവചനം പറയുന്നതിന്റെ പേരില്? അങ്ങനെ ഒരുത്തൻ വന്നാലുണ്ടല്ലോ അവന്റെ കാര്യം തീർന്നു. മനസ്സിലായോ? പൂവും കായും ചോദിച്ചോണ്ടൊക്കെ ഇവിടെ ഇറങ്ങി വന്നാലുണ്ടല്ലോ പിന്നെ അവന്റെ കാര്യം കട്ടപ്പുകയാ. ദൈവവചനം പറയുന്നതിന്റെ പേരിൽ വിണ്ടരുത് പോയി ശിഖണ്ഡിയായിരിക്കണം പോലും. ഇതാണ് ക്രിസ്ത്യാനിക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ദൈവവചനം പറയുന്നതിന്റെ പേരിൽ ശിഖണ്ഡിയായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇപ്പൊ ശിഖണ്ഡിയായിരിക്കേണ്ട കാര്യമില്ല. കാലഘട്ടത്തിനനുസരിച്ച് പോരാടണം. നിങ്ങൾ തിന്നും കുടിച്ചും സമാധാനത്തോടിരുന്ന സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ സമാധാനത്തോടു കൂടി തന്നെയായിരുന്നു. പക്ഷെ അസമാധാനം വിതച്ചുകൊണ്ട് അന്ധകാരം ഭൂമിയെ വിഴുങ്ങിക്കൊണ്ട് വലിയൊരു സുനാമി വരാൻ പോകുന്നു എന്നറിയുമ്പോൾ അതിന് തക്കവണ്ണം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് പായേണ്ട സമയമാ. അതിനങ്ങനെയാ കാണേണ്ടത്. മനസ്സിലായോ? മുൻകരുതലെടുത്തുകൊണ്ട് പാഞ്ഞു പോകേണ്ട സമയത്ത് ഇങ്ങനെ തന്നെയാണ് കരയേണ്ടത്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയോടും ഞാൻ പറയുക, ഹിന്ദുക്കളോടും പറയുക, ക്രിസ്ത്യാനി വർഗങ്ങൾ കേട്ടില്ലെങ്കിൽ വിവരം കെട്ട ഹിന്ദുക്കളെ, ഈ കമ്മിയിലും കൊങ്ങിയിലും കിടക്കുന്നവന്മാരെ അടികൊണ്ട് നീയൊക്കെ ചാകൂടാ. എടാ, ഞാൻ ഇന്ന് പറയുന്നത് ഇന്നല്ലെങ്കിലും 10 ദിവസം കഴിയുമ്പോഴെങ്കിലും നീ എങ്കിലും മനസ്സിലാക്കൂടാ. ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കെജ്രിവാളിനെ വെച്ചുകൊണ്ട് ഇവർ നടക്കാൻ പോയ നാടകം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല അറിയുമോ? കെജ്രിവാളിന്റെ ഐഫോണിന്റെ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഐഫോൺ കെജ്രിവാൾ തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇഡിക്ക്.
എന്തുകൊണ്ടാ തുറന്നു കൊടുക്കാത്ത? എന്റെ കൈകൾ ഭയങ്കര നിർമ്മല കൈകളാണോ? മറുനാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ കെജ്രിവാളിനെ വെളുപ്പിക്കാൻ കുറെ പാടുപെടുന്നുണ്ടല്ലോ. എന്തോ വലിയ ആനക്കാര്യം അറിയുന്നത് പോലെ. ആ മറുനാടൻ എന്ന് പറയുന്ന വൃത്തികെട്ടവന് വെറുതെയാണ് ഞാൻ ഈ നിലമ്പൂർ കാക്കയുടെ വിഷയത്തിൽ കയറി അവന് സഹതാപം പ്രകടിപ്പിച്ചെന്ന് എനിക്കിപ്പോ തോന്നുക. വെറുതെ കൊടുത്തു സഹതാപം അവന്. മനസ്സിലായോ? കുറെ ദിവസം അകത്ത് പോയി കിടന്നെങ്കിലും മതിയായിരുന്നു. അവൻ ഇപ്പൊ നാട് മുടിഞ്ഞ് കുട്ടിച്ചോറായി പോകുന്നെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നവനാണ്. ഈ പപ്പുമോനും കൂട്ടരും രാജ്യഭരണത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എത്രത്തോളം സുഡാപ്പികൾ ഈ രാജ്യത്ത് വേട്ടയാടുമെന്നും സുഡാപ്പികൾ ഈ രാജ്യത്തെ വിഴുങ്ങുമെന്നും അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ആപത്തും അനർത്ഥവും ഒക്കെ വളരെ വ്യക്തമായി അറിയാവുന്നവനാണ് ഈ മറുനാടൻ എന്ന് പറയുന്ന വിവരം കെട്ടവൻ. എന്നിട്ട് പോലും അവൻ കൊങ്ങികൾക്ക് വേണ്ടി പപ്പുമോന് വേണ്ടിയിട്ട് അവൻ ഭയങ്കര ഓട്ടം നടത്തുക ആ വിവരം കെട്ടവൻ. അതുകൊണ്ട് സംഭവിക്കുന്ന ദോഷം എന്താണ്? എത്രയോ പേര് തെറ്റിപ്പോവുകയാണ്. കെജ്രിവാളിനെ അങ്ങ് വെളുപ്പിക്കുക. കെജ്രിവാളിനെ വെച്ചുകൊണ്ട് ഇന്ത്യക്കകത്ത് ഇവന്മാർ നടത്താൻ ഉദ്ദേശിച്ച കലാപം എന്താണെന്ന് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്തേ BJP സർക്കാരിന് അറിയത്തില്ലേ ഈ സമയത്ത് ഇലക്ഷൻ സമയത്ത് കെജ്രിവാളിനെ അത് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് കെജ്രിവാളിന് അനുകൂലമായി മാറുമെന്നും അത് മറ്റുള്ളവർക്ക് BJP പാർട്ടിക്ക് അത് കറയായി തീരുമെന്നുമുള്ള കാര്യം BJPക്ക് അറിയത്തില്ലായിരുന്നോ? എന്നിട്ടും എന്തുകൊണ്ട് കൃത്യമായി ഈ സമയത്ത് തന്നെ ഇലക്ഷൻ സമയത്ത് തന്നെ BJP പിടിച്ച് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടേണ്ട കാര്യം എന്ത് വന്നു? അവർക്ക് വോട്ടല്ല വിഷയം ഈ സമയത്ത്. കാരണം ഈ രാജ്യത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വളരെ വ്യക്തമായും പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് കെജ്രിവാൾ മുന്നോട്ട് പോയത്. പറഞ്ഞ പിടികിട്ടിയോ നിങ്ങൾക്ക്? കെജ്രിവാളിന്റെ ഐഫോൺ തുറന്നു ചോദിക്കാൻ ചോദിച്ചപ്പോഴത്തേക്കും കെജ്രിവാൾ ഐഫോൺ തുറന്നു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അമേരിക്കൻ കമ്പനിയോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾക്ക് ഐഫോൺ തുറന്നു തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ അമേരിക്കൻ കമ്പനികൾ പറയുകയാണ്, അമേരിക്കൻ ഐഫോൺ കമ്പനി പറയുകയാണ്, അത് രാജ്യദ്രോഹ കുറ്റം ചെയ്തവനും കൊച്ചുപിള്ളാരെ പീഡിപ്പിച്ചവനും മാത്രമേ ഞങ്ങൾ തുറന്നു കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം ഇന്ത്യക്കകത്തുള്ള ടെക്നീഷ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് കെജ്രിവാളിന്റെ ഐഫോൺ തുറക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അമേരിക്ക ഐഫോൺ ബ്ലോക്ക് ചെയ്ത് അതിന്റെ ഡാറ്റ മുഴുവനും ഇറേസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. എന്തിനാണ്? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമല്ലേ ഇത്? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിനകത്ത് അമേരിക്ക കയറി കൈയടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അമേരിക്ക ഇന്ത്യയുടെ ടെക്നീഷ്യന്മാർ ഐഫോൺ തുറക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ഡാറ്റ എറേസ് ചെയ്ത് കളയണമെങ്കിൽ ഇനി ഒരിക്കലും അതിനകത്ത് കിടക്കുന്ന ഡാറ്റ പുറത്തു വരത്തില്ല. അങ്ങനെ എറേസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഐഫോൺ കമ്പനിക്കാർ. എന്തിനാ? ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിനകത്ത് കെജ്രിവാളിനോട് മാത്രം ഇത്ര കൂറന്തനയമാർക്ക്? അപ്പോൾ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയെ നരേന്ദ്രമോദിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പിടിച്ചടക്കി ഇവമാരുടെ ഇത്താ വരപ്പിക്കാൻ നോക്കിയപ്പം നരേന്ദ്രമോദി വിട്ടുകൊടുക്കില്ലെന്ന് കണ്ടപ്പോൾ ഇന്ത്യയെ സ്വതന്ത്ര രാജ്യമാക്കിക്കൊണ്ട് ഈ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിർത്താൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ ഇവന്മാരുടെ മുട്ടുകാൽ വരയ്ക്കാൻ തുടങ്ങി ഇലുമിനാറ്റികളുടെ. അതുകൊണ്ട് അവന്മാർ തന്ത്രപ്രകാരമായിട്ട് കെജ്രിവാളിനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ പണം ഇറക്കിയും അല്ലാതെയും ഇന്ത്യക്കകത്ത് അവിടെയും ഇവിടെയുമായി കലാപം അഴിച്ചു വിടുവാനുള്ള ഈ കോൺഗ്രസ് പാർട്ടി ആകട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള സ്റ്റാലിന്റെ പാർട്ടി ആകട്ടെ, ഇവന്മാരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒന്നുണ്ടടാ വിവരം കെട്ടവന്മാരെടാ ഹിന്ദുക്കളെ, ഇനിയെങ്കിലും നീയൊക്കെ തലച്ചോറ് ഉണര്. അവന്മാർ കാത്തിരിക്കുന്ന, അവന്മാർ രാഷ്ട്രീയത്തിന് വേണ്ടി കളിക്കുന്നവന്മാരാ, നാടിനോട് കൂറില്ല. അവന്മാർക്ക് രാഷ്ട്രീയ പാർട്ടിയും അവർ കുടുംബമായിട്ട് രാഷ്ട്രീയത്തിനകത്ത് കയറി കിടന്നുകൊണ്ട് അതിനകത്ത് കിട്ടുന്ന പണം കൊണ്ട് അടിച്ചു മാറ്റി അവന്മാർക്ക് ജീവിക്കണം എന്നുള്ള മോഹവേ ഉള്ളൂ. രാജ്യത്തെ സംരക്ഷിക്കണമെന്നോ രാജ്യത്തെ പിടിച്ചു നിർത്തണമെന്നോ തീവ്രവാദികളുടെ കയ്യിൽ രാജ്യത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ രാജ്യം സുരക്ഷിതമാക്കണമെന്നുള്ള ചിന്തയൊന്നും ഇവന്മാർക്കില്ല. അതുകൊണ്ട് ഇവന്മാർ മുഴുവനും ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയാമോ? ഇവന്മാർ മുഴുവനും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഒരു ചെറിയ കലാപം കിട്ടിയാൽ മാത്രം മതി. അതിന്റെ പേരിൽ തീവ്രവാദികൾ ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുക. തീവ്രവാദികൾ ഏത് നേരവും എന്ത് ചെയ്യും? ഇതിനകത്ത് കയറി കലാപത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും സജ്ജീകരണം. കേരളത്തിൽ ബോംബ് പൊട്ടി, വല്ലവനെ അറിഞ്ഞോ? ഇതിന് വല്ല ചർച്ചയായോ? വിഷയമായോ? വിവരം കെട്ടവന്മാരെ കേരളത്തിന് എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? ആരെ പൊട്ടിച്ചു കൊല്ലാനാ കേരളത്തിൽ ബോംബ് ഉണ്ടാക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ സുരക്ഷയും സംവിധാനങ്ങളും ഇരിക്കുന്നത് കേന്ദ്ര സർക്കാരും അവരുടെ ആർമിയുടെ കൈകളിലും ഒക്കെയാ. കേരളത്തിനകത്ത് എന്തിനാ ബോംബ് ഉണ്ടാക്കുന്നത്? ആരെ പൊട്ടിച്ചു കൊല്ലാനാ? ഇതുപോലെ കേരളത്തിൽ പൊട്ടിയത് ഒരിടത്തും മാത്രം. അപ്പൊ എത്രയിടങ്ങൾ അറിയാതെയും ഒളിച്ചും പാത്തും ബോംബ് സ്ഫോടനം ഉണ്ടാക്കാൻ വേണ്ടി ബോംബുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്റെ ചർച്ചയാകത്തില്ല അല്ലേ കേരളത്തിലിതൊന്നും? ചർച്ച. ഒരു ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ബോംബ് പൊട്ടിയപ്പോൾ ഇതൊന്നും ചർച്ചയില്ല. ബോംബുകൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
കേരളത്തിൽ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെയൊക്കെ അമ്മയും മക്കളെയും സഹോദരങ്ങളെ എല്ലാം ഒരു ചെറിയ കലാപം കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും. ഉമർക്ക് രാജ്യത്തോടല്ലടാ ഊറ് വിവരം കെട്ടവന്മാരെ, തലച്ചോറ് ഉണരടാ. എത്രയൊക്കെയാടാ നിന്നോട് പറഞ്ഞു തരും നിന്നൊക്കെ. ബിനു ജോർജ്, എടാ വിവരം കെട്ടവനെ, നിന്റെ അമ്മയെ കൊണ്ടുപോയി വല്ലവനും ഭോഗിക്കുമ്പോ നീയൊക്കെ ഇതൊക്കെ സംസാരിക്കണോടാ ചെറ്റേ. എടാ തന്തയ്ക്ക് പറയ്ക്കാത്തവനെ, നിന്റെ അമ്മ വല്ല കള്ള പിടിക്കുവാ നിന്നെ ഉണ്ടാക്കിയെങ്കിൽ ആ സൂക്കേട് തീർക്കേണ്ടത് എന്റെ പേജിൽ വന്നിട്ടല്ലടാ വിവരം കെട്ടവനെ. യേശുവിന്റെ പേരും പറഞ്ഞ് സംഖ്യകൾക്ക് വോട്ട് പിടിക്കുന്നു, നാണം കെട്ട നാറിക്കുണ്ടാവൻ. എടാ തന്തയ്ക്ക് തള്ളയ്ക്കും പിറന്നവനാണെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കൂടാ ചെറ്റേ ബിനു ജോർജെ. എടാ ഞാൻ സംഖ്യക്ക് വോട്ട് പിടിക്കുകയാണോ വിവരം കെട്ട നാറിക്കുണ്ടായവനെ. എടാ പല വെടിക്കാണ് പല തന്തയ്ക്കാണ് നിന്റെ തണ്ട നിന്നെ ഉണ്ടാക്കിയിട്ട് എന്റെ കൂറാ നീ ഇപ്പൊ വന്ന് കമന്റ് ബോക്സിനകത്ത് എഴുതിക്കൊണ്ട് പോയത്. വിവരം കെട്ടവനെ, ലോകത്ത് നടക്കുന്ന ആപത്തിന്റെ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നീ വീണ്ടും സംഖ്യയുടെ തലയെ കൊണ്ട് വെക്കേണ്ട കാര്യം എന്തിരിക്കട ചെറ്റേ. എടാ അലിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ. നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തീവ്രവാദികൾ നാട്ടിൽ ഘോരം വിളിച്ചു കൂവിയപ്പോഴത്തേക്കും BJP സർക്കാരാടാ ഇന്ന് പിടിച്ച് അവന്മാരെ പിടിച്ച് തീഹാർ ജയിലിട്ടിരിക്കുന്ന ചെറ്റേ. ഇല്ലെങ്കിൽ നിന്റെ വീട്ടിൽ അരിയും മലരും കണ്ടേരാടാ ചെറ്റേ. എടാ നിന്റെ വീട്ടിൽ കുന്തിരിക്ക ഇരുന്ന് പുകച്ചേനെ. നിന്റെ അമ്മയെ കയറി വല്ല സുഡാപ്പിയും കയറി എന്ത് ചെയ്തന്നെ ബലാത്സംഗം ചെയ്തിട്ട് പോയേനെ. നിന്റെ ഭാര്യയും നിന്റെ മോളെയും കയറി ബലാത്സംഗത്തിൽ ഉണ്ടാക്കിയിട്ട് പോയേനെ വിവരം കെട്ട നാറിക്കുണ്ടായവനെ. അവൻ ഇപ്പോഴും രാഷ്ട്രീയം പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആപത്തും വലിയ അനർത്ഥവും ലോകത്ത് വരാൻ പോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിനക്കൊക്കെ മുറിപ്പത് എന്ത് പറയുമ്പോൾ തീട്ടം വാരി നിന്റെയൊക്കെ മുഖത്തടിച്ച് സംസാരിക്കേണ്ടതാ. നിന്റെയൊക്കെ മുഖത്തടിച്ച് സംസാരിക്കണം. തീട്ടം വാരിയാ നിന്നെയൊക്കെ അടിച്ച് സംസാരിക്കേണ്ട ചേറ്റകളെ, കൂട്ടിക്കൊടുപ്പുകാരന്മാര്. രാജ്യത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാവും അവന്റെ ഒടുക്കത്തെ സംഖ്യയും കമ്മിയും കൊങ്ങിയുമായിട്ടുള്ള ഇതുകൊണ്ട്. എടാ ചെറ്റയ്ക്കുണ്ടായവനെ, എടാ ഇസ്രായേലിൽ കയറി കൊച്ചു കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊണ്ടുപോയപ്പോ നിന്റെ കൊങ്ങിയും നിന്റെ കമ്മിയും കയറിയിട്ടല്ലടാ വിവരം കെട്ടവനെ. ഇസ്രായേലിലുള്ള ഹമാസ് തീവ്രവാദികളെ അവന്മാര് പോരാളികളെന്ന് വിളിച്ചത് പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു. അപ്പൊ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നീ കടന്നു കൊടുക്കുമ്പോഴത്തേക്ക് നീ കണ്ടിരുന്ന് രസിക്കോടാ ചേറ്റേ. എടാ നിന്റെ അമ്മയെ കയറി ഭോഗിക്കുമ്പോഴത്തേക്കും നീ ഇത് തന്നെ കണ്ടിരുന്ന് രസിക്കൂ. കമ്മികളും കൊങ്ങികളും ആ പോരാട്ടം പോരാട്ടം എന്ന് പറയുമ്പോഴത്തേക്കും നീ ഇരുന്നിട്ട് എന്റെ അമ്മയെ ഭോഗിച്ചത് പോരാട്ടമേ എന്ന് പറഞ്ഞിട്ട് ഉമാർക്ക് കുഴലൂതി കൊടുക്കുവോ ചേറ്റേ. വന്നിരിക്കുന്നു നാറിക്കുണ്ടായവൻ ഇപ്പോഴും സംഖ്യയ്ക്ക് വേണ്ടി, യേശുവിന്റെ പേരിൽ സംഖ്യയ്ക്ക് വേണ്ടി, യേശുവിന്റെ പേരിൽ സംഖ്യയ്ക്ക് വേണ്ടിയിട്ടല്ലടാ. എടാ സംഖ്യകളാടാ ഇന്ന് യേശുവിന്റെ കൂടെ നിൽക്കുന്നത്. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞെന്നറിയാമോ? നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ എന്റെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹിക്കുന്നവരുടെ കൂടെ എന്റെ അപ്പനുണ്ടെങ്കിൽ അവരുടെ ഒപ്പമാടാ ഞാൻ സംഖ്യ തന്നെയാടാ. എന്റെ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അങ്ങ് സംഖ്യയാന്നങ്ങ് കൂട്ടിക്കോ. ഞാൻ സംഖ്യ തന്നെയാ, സമ്മതിച്ചു. ഇപ്പൊ എന്തേ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? ചൊറിച്ചിലുണ്ടോ നിനക്ക്? സംഖ്യക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന പോലെ സംഖ്യകൾ. എടാ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ചെറ്റകളായ നിനക്ക് യഹൂദന്മാരോട് സ്നേഹമില്ല. നീ യേശു യേശു എന്ന് വിളിച്ചു നടക്കുന്ന ഈ ദൈവത്തോടും ആ ജനത്തോടും നിനക്ക് കൂറില്ല. സംഖ്യകൾ ആ കൂറ് കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടാ കൂറ്, അങ്ങ് ഇരിക്കട്ടെ. വിവരം കെട്ടവനെ, അവൻ സംഖ്യക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുക. സംഖ്യക്ക് വോട്ട് പിടിക്കാൻ നോക്കുന്ന പോലെ. സംഖ്യക്ക് വോട്ട് പിടിച്ചില്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി കുന്തിരിക്കുമൊക്കെ കത്തിക്കേണ്ട ഗതികേട് വരും ചെറ്റകളെ. സംഖ്യക്ക് വോട്ട് പിടിച്ചില്ലെങ്കിൽ പിടികിട്ടിയോ? സംഖ്യക്ക് വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി കുന്തിരിക്കം പോയിക്കേണ്ടി വരും. നിന്റെ അമ്മയും നിന്റെ മോളും ഇസ്രായേലിൽ പെൺകുട്ടികൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടതുപോലെ മലന്ന് കടന്ന് കൊടുക്കേണ്ടി വരും. തുർക്കി ഇസ്ലാമിക ഖിലാഫറ്റ് 1920 ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി തകർത്തെറിയപ്പെട്ടപ്പോഴത്തേക്കും നാട്ടില് ക്രിസ്ത്യൻ പെൺകുട്ടികളും ക്രിസ്ത്യൻ സ്ത്രീകളും ഹിന്ദു സ്ത്രീകളുമാണ് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടത്. ഭാര്യയും കുന്നനും അവന്റെ കൂട്ടരും കൂടി ചേർന്ന് ബലാത്സംഗത്തിന് ഇരയാക്കിയത് ആരെയാടാ? ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ഹിന്ദു പെൺകുട്ടികളെയുമാ. തലയറുത്തുകൊണ്ട് ആലത്തൂരിലെ കിണറിൽ കൊണ്ട് കുഴിച്ചിട്ടത് വെട്ടിമൂടിയത് ആരെയാടാ? ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും തലകളെയാ. വിവരം കെട്ടവനെ. ഇതൊക്കെ പറഞ്ഞാലും മനസ്സിലാകാത്ത വിവരം കെട്ടവന്മാർ ഇറങ്ങിയിരിക്കുക. കമ്മിയുടെ പ്രേമവും കൊങ്ങിപ്രേമവും കൊണ്ട് അവൻ. പ്രത്യേകിച്ചും പെന്തക്കോസ് ചെറ്റകള്. ഈ പെന്തക്കോസ് ചെറ്റകൾ എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ഈ പെന്തക്കോസ് ചെറ്റകൾ ഇപ്പോഴും BJP സർക്കാർ താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. മനസ്സിലായോ? ഈ പെന്തക്കോസ് ചെറ്റകൾ ഉപവാസ പ്രാർത്ഥനയും വെച്ചുകൊണ്ട് BJP സർക്കാർ താഴെ ഇറങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്ടെന്നറിയാമോ? പെന്തക്കോസ് ചെറ്റകൾക്ക് കൊട്ടടിച്ചും പാട്ടുപാടിയും മതപരിവർത്തനം നടത്തിയും കൊണ്ട് നാട്ടിലുള്ള ഹിന്ദുക്കളെ മുഴുവനും പറ്റിച്ച് കാശുണ്ടാക്കണം.
നാട്ടിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ അവന്റെ മതത്തിൽ കൊണ്ടുവരണം. ജോലിക്കും കൂലിക്കും പോയി തിന്നാനായിട്ട് കഴിവില്ലാത്തവൻ, വിയർപ്പിന്റെ അസുഖം പിടിച്ചു നടക്കുന്ന വിവരം കെട്ടവന്മാര് പണിയെടുത്ത് തിന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവന്മാർ ഇന്ത്യയിലുള്ള ദാരിദ്ര്യത്തെ കാണിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ട് കൈപ്പറ്റി സുഖച്ച് പുളച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെറ്റകൾക്ക് പേടിയാ BJP സർക്കാർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർക്ക് ഇതുപോലത്തെ വൃത്തികേട് ഇനി കാണിക്കാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് സന്തോഷമേ ഉള്ളൂ BJP സർക്കാർ വന്ന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. എന്റെ കർത്താവിന് വേണ്ടി അവരെങ്കിലും ചാട്ടവാറെടുക്കുമല്ലോ. എടാ വിവരം കെട്ടവന്മാരെ നീയൊന്നും എടുത്തില്ലെങ്കിലും എന്റെ കർത്താവിന് വേണ്ടി അവരെങ്കിലും ചാട്ടവാറെടുക്കുമല്ലോ. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ കണക്ക് കള്ളക്കച്ചവടം നടത്തുകയാ പെന്തക്കോസുകാരന്മാര്. പിരിവെടുത്ത് ബക്കറ്റ് പിരിവ് നടത്തി, അല്ലാത്ത പിരിവ് നടത്തി. നീയൊക്കെ പെന്തക്കോസുകാരന്മാരെന്നുള്ള പേരിൽ നിനക്ക് ഇവനൊക്കെ പുട്ടടിക്കാൻ, വയറ് വളർത്താൻ വേണ്ടി കുറെ പാച്ചർ ചെറ്റകൾ ഇറങ്ങിയിരിക്കുക. ജോലിക്കും കൂലിക്കും പോകാത്ത ഉളുപ്പുകെട്ട വർഗം. യുവമാർക്ക് ജോലിക്കും കൂലിക്കും പോകാൻ പറ്റത്തില്ല. മുട്ടുകാർ വിറയ്ക്കും. വിയർപ്പിന്റെ അസുഖമാണ് യുവമാർക്ക് പണിയെടുക്കുന്നത്. എന്നിട്ട് വല്ലവരും പാറമടയിലുള്ള പണിയെടുക്കുന്നതിന്റെ പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വാരി തിന്നുന്ന നാറിയ വർഗം. എന്നിട്ട് ഇവന്മാരെ അഭിമാനവും പുളകവും കൊള്ളുക അങ്ങ് ക്രിസ്ത്യാനിയും സുവിശേഷ വേലയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിന് നിനക്കൊക്കെ മോദി സർക്കാർ തടസ്സമായിരിക്കുമോ എന്നുള്ള പേടി കാരണം മോദി സർക്കാരിനെ താഴെ എല്ലാവരും അവന്റെ പുട്ടടിക്കാനും അവന്റെ വയറിനും വേണ്ടി ചിന്തിക്കുന്ന നാറികള്. രാജ്യം മുടിഞ്ഞു പോയാലും, രാജ്യം തീവ്രവാദികൾ പിടിച്ചോണ്ട് പോയാലും, രാജ്യത്തിലെ ജനം മുഴുവനും പിശാചിന്റെ കൈവെള്ളയിൽ ഓടിപ്പോയാലും ഇവന്മാർക്ക് ഒരു കുലുക്കവുമില്ലാതെ എന്റെ വയറിളയെ, എന്റെ പള്ളയെ, എന്റെ നിറയ്ക്കേ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്വസ്നേഹികളായ വൃത്തികെട്ട വർഗങ്ങള് നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുവിടാ വിവരം കെട്ടവന്മാരെ. ബിനു ജോർജ് പോയി തീട്ടന്മാർ തിന്നടാ ചെറ്റെ. നിന്റെ അമ്മയുടെ അണ്ണാക്കിനകത്തോട്ട് തിരുവിക്കൊടു. കണ്ട സുടാപ്പികൾക്ക് പോയി നിന്റെ അമ്മ കിടന്നുണ്ടാക്കി നിന്നെ ഉണ്ടാക്കിയിട്ട് വന്നതിന് അവളുടെ അണ്ണാക്കിനകത്തും പിരിവെട്ടി തീട്ടം കയറ്റി കൊടു. നീയും വാരി തിന്നടാ ചെറ്റെ ബിനു ജോർജെ. ചെറ്റയ്ക്കുണ്ടായവനെ നിന്റെ അമ്മ കൊണ്ടുപോയി സുടാപ്പികൾക്ക് കിടന്നു കൊടുത്ത് നിന്നെ ഉണ്ടാക്കിയിട്ടതിന്റെ കൂറാ നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളുടെ അണ്ണാക്കിനകത്തോട്ട് തന്നെ തിരികെ വെച്ചുകൊടു നീ ആ തീട്ടം എടുത്ത്. മനസ്സിലായോ? അവളെ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കിനകത്ത് മുക്കി വേ. നിന്നെ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഉണ്ടാക്കിയിട്ടതിന് അവളെ സെപ്റ്റി ടാങ്കിൽ മുക്കി പദപ്പെടുത്തി വേ. കാരണം നിന്നെ പോലത്തെ ഒരു വൃത്തികെട്ടവനെ കണ്ട സുടാപ്പികൾക്ക് പോയിട്ട് കൂടെ കിടന്നവൾ ഉണ്ടാക്കിയിട്ടതിന് നിന്റെ തന്ത ഏതാണെന്ന് പോയി തിരക്കടാ ബിനു ജോർജ് ചെറ്റയ്ക്കുണ്ടായവനെ. ആദ്യം പോയിട്ട് നിന്റെ തന്ത ഏതവനാണെന്ന് പോയി തിരക്കിട്ട് വാ. നാറിക്കുണ്ടായവൻ അവൻ കറങ്ങി വരുവാ. നാറിക്കുണ്ടായവൻ. അവന് സുടാപ്പി പ്രീണനം സഹിക്കാൻ പറ്റുന്നില്ല പോലും. നിന്നെ പോലത്തെ ഒരു ചെറ്റയെ ഉണ്ടാക്കിയിട്ടതിന് ആദ്യം നിന്റെ അമ്മയെ സെപ്റ്റി ടാങ്കിനകത്ത് ഇറക്കി വെച്ച് പദപ്പെടുത്തുക അവളെ പിടിച്ച്. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറ്റ ഉണ്ടായി വരത്തില്ലായിരുന്നു. നാറി. നിനക്കൊക്കെ വചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവനും കച്ചവടം ചെയ്യാം. വചനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിനക്കൊക്കെ ജോലിക്കും കൂലിക്കും പോകാതിരുന്നിട്ട് എന്ന് പറഞ്ഞ അഭിനയവും കാപട്യവും കാണിച്ചുകൊണ്ട് മാന്യതയുടെയും മര്യാദയുടെയും സഭ്യതയുടെയും വാക്കുകൾ കൊണ്ട് പറ്റിക്കുകയും വഞ്ചിക്കുകയും ആൾക്കാരെ പട്ടിണിക്ക് പിച്ചച്ചട്ടി എടുത്ത് കിടക്കുന്നവന്റെ കൈയിട്ടും മാറി എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഈ നാറികൾക്ക്. അപ്പോഴൊന്നും ഇവന്റെ ഒന്നും വായി പൊങ്ങത്തില്ല. കാരണം ഇവന്റെ അമ്മയുടെ വായിക്കകത്തല്ലേ ഇവൻ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇവന്റെയൊക്കെ നാക്ക്. അപ്പൊ പിന്നെ എങ്ങനെയാ പൊങ്ങുന്നേ? വിവരം കെട്ടവനെ. ലോകം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൈശാചിക ശക്തികൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പൈശാചിക ശക്തികൾ ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലടാ. എടാ, ഞാൻ കാണുന്നത് ഒരു കൂട്ടം പാവം ജനങ്ങൾ ഇസ്രായേലിൽ പീഡിപ്പിക്കപ്പെട്ടു പോയ പോലെ കുറെ പെമ്പിള്ളാർ ഇന്നും ഹമാസ് തീവ്രവാദികൾ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുന്ന കുറെ പാവപ്പെട്ടവരുണ്ട്. അതുപോലെ കുറെ എണ്ണങ്ങൾ നാട്ടിലും കിടപ്പുണ്ട്. രാജൻ ബാബു, ഇവന്മാർക്കൊക്കെ ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. വിനോദ് KV, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെങ്കിൽ അവളെ കൊണ്ടുപോയി ചങ്ങലക്കിടടാ ചെറ്റേ. അവക്ക് ഭ്രാന്താണെന്ന് പറയാൻ എന്റെ പേജിൽ എന്തിനാണ് കയറി വരുന്നത്? എടാ വിനോദ് KV, നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെങ്കിൽ അവളെ കൊണ്ടുപോയി ചങ്ങലക്കിട്. ഊളംപാറയിലോ കുതിരവട്ടത്തിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇട്. അവക്ക് ഭ്രാന്താണെന്ന് പറയാനായിട്ട് എന്റെ പേജിനകത്തോട്ടെ കയറി എന്തിനാ വരുന്ന നീ? അവന്റെ അമ്മയ്ക്ക് ഭ്രാന്താണ് പോല്. അവൻ വന്നിരിക്കുക ഇതിനകത്ത് കയറി. ഹരേ കൃഷ്ണ. മുസ്ലിം ഭീകരത കണ്ടവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഈ ചെറ്റകൾക്ക് അറിയാമോ? ഇവന്മാര് കൂടെ പോയി അവന്മാരുടെ കൂടെ കിടന്നു കൊടുക്കുകയും അവന്റെയൊക്കെ അമ്മമാരെ കൊണ്ടുപോയി സുടാപ്പികൾക്ക് കൊടുത്തിട്ടും ഇരിക്കുന്നവന്മാരല്ലേ തോളിൽ കൈയിട്ട്. അതുകൊണ്ട് ഇവന്മാർക്ക് ഈ ഭീകരത അറിയത്തില്ല.
മുസ്ലിം ഭീകരത അറിയണമെങ്കിൽ അതിന്റെ ഭീകരതയെ കണ്ടറിഞ്ഞവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ. അതിന്റെ കാഠിന്യം എത്രത്തോളം വലുതാണ്, അത് ലോകത്തിൽ എത്രത്തോളം ആപത്തുണർത്തുകയാണ്. കാരണം ഇവന്റെയൊക്കെ അണ്ണാക്കിലായിട്ട് വയറിന് മാത്രം തിന്നാൻ വേണ്ടി ജീവിക്കുന്നവന്മാരാ സമൂഹത്തിൽ നടക്കുന്ന. പ്രത്യേകിച്ചും പെന്തക്കോസ് വർഗം എന്ന് പറഞ്ഞ ചെറ്റ വർഗം അടുത്തവന് എന്ത് അപകടം സംഭവിച്ചാൽ പോലും തിരിഞ്ഞു നോക്കാത്ത വർഗമാണ്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവന്മാരാ. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ തടയരുത്, എടുക്കരുത്, അയ്യോ നമുക്കത് കാര്യമില്ല, നമുക്കത് ബന്ധമില്ല, നമുക്കതില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞൊഴിഞ്ഞു പോകുന്നവന്മാരാ ഈ പെന്തക്കോസ് വർഗം എന്ന് പറഞ്ഞ ചെറ്റകള്. ആ വർഗത്തിൽപ്പെട്ടവന്മാർക്കൊക്കെയാണ് ഈ ഇളക്കപ്പെരുപ്പം എന്ന് പറയുന്നത് കൂടുതലും വചനവും വെച്ചുകൊണ്ട് വരുന്നത്. മനസ്സിലായോ? നമ്മൾ ജീവിക്കേണ്ടത് സ്വസ്നേഹികളായിട്ടല്ല, അന്ത്യകാലത്തിൽ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അന്ത്യകാലഘട്ടത്തിൽ സ്വസ്നേഹികളും അന്ത്യകാലത്തിൽ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും ദാഷ്ട്യക്കാരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവന്മാരുമായി ഭക്തിയുടെ വേഷം കെട്ടി ഭോഗപ്രിയന്മാരായി ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർക്ക് ഭക്തിയുടെ വേഷം കെട്ടലും കൊണ്ട് എന്റെ വയറേ അമ്മ തായെ പസിക്ക് തായെ അമ്മ തായടാ വിവരം കെട്ടവന്മാരെ. എടാ നീയൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ എന്താടാ പ്രസംഗിക്കുന്നത്? ദൈവം നിങ്ങൾക്ക് തരും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളുടെ കഷ്ടത മാറ്റും, കർത്താവ് കടഭാരം മാറ്റും, കർത്താവ് വിടിവിക്കും, കർത്താവിന് ഖജനാവിൽ കോടാനുകോടി സ്വത്തുക്കളുണ്ട്, അതിന്റെ എല്ലാം അവകാശി നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് പഠിപ്പിക്കുകയും ചെയ്തിട്ട് അവസാനം ഇവന്മാര് വയറ് വളർത്താൻ വേണ്ടി പിച്ചை എടുക്കുക. ചെറ്റകൾക്ക് ദൈവം കൊടുക്കത്തില്ലേ? എടാ നിനക്ക് തരുമെന്ന് പഠിപ്പിക്കുന്ന ഇവന് ദൈവം കൊടുക്കത്തില്ലേ? എന്റെ ഇത് ചോദിക്കാൻ മനുഷ്യർക്ക് വായില്ലേ? ഇത് ചോദിക്കാൻ ഇവന്മാർക്ക് വായില്ലേ? എടാ നിനക്ക് തരും, നിനക്ക് വീട് തരും, നിനക്ക് കാർ തരും, നിനക്ക് വസ്തു തരും, നിനക്ക് അത് തരും, നിനക്ക് ഇത് തരുമെന്ന് പഠിപ്പിച്ചിട്ട് അവസാനം ഇവന് വേണമെങ്കിൽ ഇവൻ പിച്ചച്ചട്ടി എടുക്കണം. ഇവൻ പാച്ചർ എന്ന് പറയുന്നവൻ ഇവൻ ബക്കറ്റ് വെച്ച് പിരിക്കണം. ഇവന് കൊടുക്കാൻ കർത്താവിന് അറിയത്തില്ലേ? ഇത് ചോദിക്കാൻ വിവരം കെട്ടവന്മാരെ നിന്റെയൊക്കെ വണ്ണാക്കിനകത്തൊരു പിരിവെട്ടിക്കേറ്റ് വെച്ചിരിക്കുകയാണോടാ വിവരം കെട്ടവന്മാരെ ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഞങ്ങൾക്ക് കർത്താവ് തരൂന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് കർത്താവിനെ കുറിച്ച് പറയേണ്ടവന് കർത്താവല്ലേ കൊടുക്കേണ്ടത്? പിന്നെ എന്തിനാ ഇവൻ പിച്ചை എടുക്കുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട്? എടാ സ്വന്തം എന്നിട്ട് പറയുന്ന കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുന്ന്, എന്നിട്ട് ഓഫർ പറയുന്നത് നിങ്ങൾക്ക് കർത്താവ് തരും. എടാ കർത്താവിന്റെ സുവിശേഷ വേലയ്ക്ക് പോലും കർത്താവിന് പണം ഇറക്കാൻ പണം ഇല്ലെങ്കിൽ പിന്നെ നിനക്കെങ്ങനെയാടാ കർത്താവ് കൊണ്ട് തള്ളി തരുന്നത്? എടാ വിവരം കെട്ടവന്മാരെ ലോജിക്കായിട്ടൊക്കെ ചിന്തീരടാ ഈ കാലഘട്ടത്തിലെങ്കിലും. പണ്ട് 6-ാം നൂറ്റാണ്ടിലും ആ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലൊക്കെ പഠിപ്പിച്ചവന്മാരുടെ എന്ത് പറയുന്ന 6-ാം നൂറ്റാണ്ടിലും ആ നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിലും ആ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും ഒക്കെ പഠിപ്പിച്ചവന്മാരുടെ ആ വിവരക്കേടുകള് പോലത്തെ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ പറയുമാര് മദ്രസ പൊട്ടന്മാരാണെന്ന് പറയാം. വിവരം കെട്ടവന്മാരുടെ തൂറാനെന്ന് പറയുന്ന പുസ്തകമാണതിന് കാരണമെങ്കിലും പറയാം. എടാ ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് ദൈവവചനം എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടല്ലോടാ, അതെങ്കിലും വായിച്ചാൽ നിനക്കൊക്കെ ബുദ്ധിയും ബോധവും തെളിയുമല്ലോടാ. എവിടെ വായിക്കാനാ നേരം? ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് ഇവിടെ വായിക്കാനാ നേരം? അതിനകത്ത് കൊണ്ടുപോയി കറണ്ട് ബില്ലടച്ച തുണ്ട് വെക്കാനും പിന്നെ പൈസ ഒളിച്ചു വെക്കാനും മറ്റിത്യാദി പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കയറ്റി വെക്കാനുമില്ല ഇവന്മാർക്ക് നേരമുള്ളൂ. പിന്നെ പെന്തക്കോസുകാരന്മാരെന്ന് പറയുന്ന പാച്ചർമാരുടെ മൂട്ടിനകത്ത് കയറിയിരിക്കും, അവന്മാരുടെ 10 പ്രസംഗവും കേൾക്കാനേ ഇവന്മാർക്ക് നേരമുള്ളൂ. ബൈബിൾ തുറന്നു വെച്ച് വായിച്ചാലല്ലേ അറിവും ബോധവും ജ്ഞാനവും വിവേകവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. എന്നാലല്ലേ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലിറങ്ങി വന്നപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാടാ ജീവിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ കർത്താവ് ധീരനായിട്ട് ഭൂമിയിൽ ജീവിച്ചത്. അതുകൊണ്ടാണ് ഈ ചെറ്റത്തരവും തെമ്മാടിത്തരവും കാണിച്ചവന്മാർക്കെതിരെ പോലും എൻ്റെ കർത്താവിന് ചാട്ടവാർ എടുക്കേണ്ടി വന്നത്. കാരണം പ്രാക്ടിക്കലായിട്ട് ജീവിക്കുകയും തിങ്ക് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. ഈ അഴിമതിയും അക്രമവും അനീതിയും കാണിച്ചുകൊണ്ട് വലിയൊരു ജനത്തെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നവന്മാർക്കെതിരെ ശക്തമായിട്ട് അണലി സന്തതിയെ വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയെന്നാണ് എൻ്റെ കർത്താവ് ചോദിച്ചത്. വ്യഭിചാര തലമുറ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിന്റെ തള്ളയ്ക്ക് വിളിക്കുന്നില്ലേ, ഇതേ വിളി തന്നെയാണ് കർത്താവ് വന്ന് വിളിച്ചത്. വിവരം കെട്ടവനെ, മനസ്സിലായോടാ? നിന്റെ അമ്മ വ്യഭിചരിച്ചാ നിന്നെ ഉണ്ടാക്കിയത്, കണ്ട ഉസ്താദിന്റെ കൂടെ പോയിട്ടാ നിന്നെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് തന്നെയാ എന്റെ കർത്താവും ഇസ്രായേൽ ജനത്തെ നോക്കി വിളിച്ചത്. ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവന്മാരെ കർത്താവ് വിളിച്ച വിളിയും വ്യഭിചാരവും കോട്ടവുമുള്ള തലമുറയെ കണ്ടവന്റെ കൂടെ പോയി കിടന്നുണ്ടായി വരുന്ന വർഗ്ഗങ്ങളെ എന്നുള്ള പച്ചയ്ക്കുള്ള വിളി തന്നെയാ അതും. ഇനിയെങ്കിലും തലച്ചോറ് ഉണരിൻ. ലോകം അപകടത്തിലേക്ക് പോകുകയാണ്. പൈശാചിക ശക്തികൾ ശക്തി പ്രാപിച്ചിരിക്കുക പൂർവാധികം. ഇവിടെ ഇസ്രായേൽ മാത്രമാണ് ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സംഘികളെന്ന് നിങ്ങൾ വിളിക്കുന്നവരാ. ആ സംഘികളോട് എനിക്ക് കൂറാടാ.
എടാ, ആ സംഖ്യകളോട് എനിക്ക് കൂറാടാ. നീ ഇസ്രായേൽ എന്ന് ക്രിസ്ത്യാനി എന്ന് പേര് പറയുന്ന ശിഖണ്ഡി വർഗ്ഗങ്ങൾ ഇതേ ഇസ്രായേലിനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട്, ഇതേ ദൈവത്തിനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് നിന്റെയൊക്കെ വയറ് വളർത്താൻ വേണ്ടി നീയൊക്കെ ജീവിക്കുമ്പോൾ, ഈ സംഖ്യകൾ എന്ന് പറയുന്നവരാണ് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കിയെങ്കിൽ, ആ വേരിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അവരോടാ കൂറ്. കാരണം എന്റെ സഹോദരങ്ങളാണ് ഇസ്രായേൽ മക്കൾ. എന്നെ ദൈവം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേലിനോടാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്നെ ദൈവം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന യഥാർത്ഥ നാട്ടൊലിവിനോടായി, ഈ കാട്ടൊലിവായി എന്നെ കൊണ്ട് ദൈവം ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൊമ്പിനും വേരിനും ഫലം കായ്ക്കുന്ന തക്കവണ്ണമേ ഞാൻ ജീവിക്കത്തുള്ളൂ. അവർക്കാര് സപ്പോർട്ട് നിൽക്കുന്നു അവർക്കേ ഞാനും സപ്പോർട്ട് നിൽക്കത്തുള്ളൂ. അല്ലാതെ സുഡാപ്പി എന്ന് പറയുന്ന വൃത്തികെട്ട് ഇസ്രായേലിനെ കൊന്നൊടുക്കുവാനും ഹിന്ദുക്കളെയും കാഫിറുകളെയും കൊന്നൊടുക്കുവാനും ശ്രമിക്കുന്ന, ഇസ്രായേലിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഈ സുഡാപ്പി വർഗത്തിന് കുഴലൂതി കൊടുക്കുന്ന ക്രിസ്ത്യാനി നാട്ടിലുണ്ടെങ്കിൽ അവന്റെയൊക്കെ അമ്മയും പെങ്ങളെയും കൊണ്ട് ഇവന്മാർക്ക് കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുന്നത് കൊണ്ടാ അവന്മാർക്ക് ഇങ്ങനെ കുഴലൂതി കൊടുക്കാൻ തോന്നുന്നത്. അല്ലെങ്കിൽ തോന്നത്തില്ല, നല്ല വർഗത്തിനൊന്നും തോന്നത്തില്ല. ആ നല്ല വർഗമാണെങ്കിൽ, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ച ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ യഹൂദന് വേണ്ടി മാത്രമേ നിൽക്കത്തുള്ളൂ. യഹൂദൻ ആര് സപ്പോർട്ട് നിൽക്കുന്നോ അവന് വേണ്ടി മാത്രമേ അവൻ സംസാരിക്കത്തുള്ളൂ. അല്ലാത്ത തന്തയും തള്ളയും നേരാവണ്ണം ഉണ്ടാക്കിയിടാത്ത വർഗ്ഗങ്ങളെല്ലാം പോയി ഈ സുഡാപ്പി എന്ന് പറയുന്ന തീവ്രവാദ കൂട്ടങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യും? കുഴലൂതി കൊടുക്കും. കാരണം അമ്മയെ ഭോഗിച്ചാലും മകളെ ഭോഗിച്ചാലും കുഞ്ഞുങ്ങളെ ഭോഗിച്ചാലും ഇവന്മാർക്ക് രസമാണ്. കാരണം ഇവന്മാരും കൂട്ടിക്കൊടുപ്പുകാരന്മാരാണല്ലോ. മനസ്സിലായോ? ഇവന്മാരും ആ വർഗത്തിൽപ്പെട്ടതാണല്ലോ. അങ്ങനെയുള്ള കൂട്ടിക്കൊടുപ്പുകാരന്മാരും നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത വൃത്തികെട്ടവന്മാരും ആ ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ വന്നിട്ട് എന്നോട് കമന്റ് ഇട്ടിട്ട് പോകുന്നത്. അങ്ങനെയുള്ളവന്മാര് ഇസ്രായേൽ തിരിച്ചടിച്ച് ഹമാസിന്റെ അണ്ണാക്കിനകത്തോട്ട് തിരികെ കൊടുക്കുന്നത് പോലെ തന്നെ ഞാനും മറുപടി തന്ന് തിരിച്ചുവിടും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. പറഞ്ഞ മനസ്സിലായോ? എന്റെ ചാർജ് തീരാൻ പോകുന്നത് കൊണ്ട് ഞാൻ പോവുക. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇസ്മായിൽ ഹനന്യായും യാഹിയ സിൻവാറും കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. ഇസ്മായിൽ ഹനന്യയുടെ കൂട്ടം കുടുംബവും എല്ലാം ഇസ്രായേൽ കൊന്നു കളഞ്ഞു. ഇന്നലെ മോളെ വരെ തീർത്തു കളഞ്ഞു ഇസ്രായേല്. ഇന്നലെ മോളെ വരെ തീർത്തു കളഞ്ഞു. എന്നോട് ചോദിക്കാറുണ്ടല്ലോ നിങ്ങൾ, സഹോദരി ആ സഹോദരൻ വന്ന് കമന്റ് ഇടുമ്പോൾ അതിനെ അമ്മയും മക്കളെയൊക്കെ എന്തിനാ പറയുന്നത്? പറയും. ഇസ്രായേലിന്റെ ശത്രു എല്ലാവരും മൊത്തത്തിലാ. അമാലേക്കിനോട് യുദ്ധം ചെയ്യാൻ കർത്താവ് പറഞ്ഞു വിട്ടപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ മുല കുടിക്കുന്നതിനും പോലും ബാക്കി വെക്കരുതെന്ന് പറഞ്ഞു. കാരണം അനലി സന്തതികളെയൊക്കെ ബാക്കി വെച്ചാൽ എന്ത് പ്രയോജനം ഇരിക്കുന്നു? ഇവന്റെ അമ്മയും ഇവന്റെ സഹോദരങ്ങളെല്ലാം ഈ വർഗത്തിൽപ്പെട്ടതായതുകൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ വന്ന് കമന്റിടാമെന്ന്. നല്ല തന്തയും തള്ളയൊക്കെ ആയിരുന്നെങ്കിൽ മകനെ നന്നായിട്ട് എന്ത് ചെയ്തേനെ? പഠിപ്പിച്ച് വെച്ചേനെ, നല്ല രീതിയിൽ ചിന്തിക്കാൻ വിട്ടേനെയായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത്. ഇപ്പൊ ഇറാൻ കരഞ്ഞുകൊണ്ട് മെഴുകുകയാ. ഇസ്രായേൽ ഇറാനോട് പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടിരുന്നോടാ, സൂക്ഷിച്ചും കണ്ടിരുന്നോ. ആണവ കേന്ദ്രങ്ങളെല്ലാം കയറി തകർത്തിട്ട് കഴിഞ്ഞാൽ നിന്റെ ചാരം വാരി എടുക്കാൻ പോലും രാജ്യങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞ് ഇസ്രായേൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. അമേരിക്കയെ കൂട്ടുപിടിച്ചിട്ട് അയ്യോ ഇസ്രായേലിനോട് പറയണേ, ഞങ്ങളൊന്നും ചെയ്യലേ എന്ന് പറയണേന്ന് പറഞ്ഞ് ഇറാൻ ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുക. നാണം കെട്ടവന്മാരെ. അതാടാ ഇസ്രായേല്. അഭിമാനം ഉണ്ടടാ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട്. ഇസ്രായേൽ ജനത്തിനു വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ രക്തം ചൂടുപിടിക്കുക, അഭിമാനം കൊണ്ട് ചൂടുപിടിക്കുക. കാരണം സാത്താനിക ശക്തികളോട് നടത്തുന്ന പോരാട്ടത്തിന് എനിക്കും പങ്കാളിയാകാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ കഴിയുന്നുണ്ട്. കണ്ടോ? അതിൽ ഞാൻ അഭിമാനവും പുളകവും കൊള്ളുകയാ. പറഞ്ഞ മടി കിട്ടിയോ? അതുകൊണ്ട് കണ്ടം വഴി ഓടിക്കോ സുഡാപ്പി കുട്ടികളെ. കളിക്കുമ്പോൾ നോക്കിയും കണ്ടും ഇസ്രായേലിന്റെ പേരെടുക്കുമ്പോൾ പോലും നീയൊക്കെ വിറയ്ക്കണം. ഇസ്രായേലിന്റെ പേരും റീനയുടെ പേരും ഒക്കെ എടുക്കുന്ന സമയത്ത് നീയൊക്കെ വിറയ്ക്കണം. പറഞ്ഞ പിടി കിട്ടിയോ? ശരിയെന്നാ. ലഹിത്രോത്ത്.